തൊഴിലുറപ്പുണ്ടായിരുന്നു. അതിനൊക്കെ നമുക്ക് വളരെ പ്രാതിനിധ്യമുണ്ട്. ബാക്കി എന്തിനാണ് നമുക്ക് പ്രാതിനിധ്യം? എല്ലാവർക്കും വോട്ട് കൊടുക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ്. വോട്ട് കുത്തി എന്താണ് ഒരു സാമൂഹ്യ നീതി മലപ്പുറത്ത് ഇല്ല എന്ന് പറയുന്നത് സത്യമല്ലേ? രാഷ്ട്രീയ നീതിയില്ല, വിദ്യാഭ്യാസ നീതിയില്ല, സാമ്പത്തിക നീതിയില്ല. ഇതില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് അവർ പറയട്ടെ. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ എന്താ തെറ്റുള്ളത്? അത് വളരെ യാഥാർത്ഥ്യമാണ്. ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കേരളത്തിൽ ജനാധിപത്യവും മതേതരത്വവും ഒന്നും പുലരാൻ പോകുന്നില്ല. അതിനെതിരെയുള്ള ജാഗ്രത ആര് പറഞ്ഞാലും അതിനെ അപ്പം തന്നെ ആക്ഷേപിക്കാം. അതിന് വലിയ ആക്ഷേപിക്കേണ്ട ഒരു കാര്യമായിരുന്നു. മലപ്പുറത്ത് നല്ലപോലെ സ്വാധീനം പാർട്ടിക്കുണ്ട്, CPM നുണ്ട്. അതുകൊണ്ട് മലപ്പുറം എന്ന് പറയുന്നതിനെ ഏതെങ്കിലും രീതിയിൽ ഒരു തുരുത്തായിട്ട് കണ്ട് അതിനെ അധിക്ഷേപിക്കുകയോ അതിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം വർഗീയത കുത്തിപ്പൊക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് രണ്ടും യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുന്നതല്ല. ആ പ്രസ്താവന ഇന്നലെ വന്നതിന് ശേഷം ഒരു പൂച്ചക്കുട്ടികളെ പിന്തുണയിന് കിട്ടിയ ഇവരങ്ങോട്ട് പ്രസ്താവന ഇറക്കിയ അവിടെ ഭൂമി കുലുങ്ങുമെന്ന് അവർ വിചാരിക്കല്ലേ. ഒരു ചലനവും ഒരു റെലവൻസും ഇല്ലാത്ത ഒരു മോശമായ വൃത്തികെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് അത്രേ ഉള്ളൂ. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനവും കേരളം എന്ന് കേട്ടാൽ ചോരത്തിളപ്പും എന്നാണ് കവിതയിലുള്ളത്. മലപ്പുറം എന്ന് കേട്ടാൽ ചിലർക്ക് വിറളെ പിടിക്കുന്നത് എന്തിനാണ്? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. CPM-ൽ നിന്ന് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, കോൺഗ്രസിൽ നിന്ന് ശ്രീ KP നൌഷാദ് അലി, BJP-യിൽ നിന്ന് ശ്രീ TP ജയചന്ദ്രൻ, മുസ്ലിം ലീഗിൽ നിന്ന് അഡ്വക്കേറ്റ് ഷിബു മീരാൻ എന്നിവരാണ് നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ ജയേന്ദ്ര മാസ്റ്റർ, എന്നെ കേൾക്കാമോ? കേൾക്കാം. ശ്രീ ജയേന്ദ്ര മാസ്റ്റർ, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടല്ല വിവാദ പ്രസ്താവനകൾ നടത്തുന്നത്. അദ്ദേഹം പല കാലങ്ങളിൽ പല കാര്യങ്ങൾ പറയുകയും അത് പലതരത്തിൽ വിശകലനം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ നടത്തിയ വിവാദപരമായ പ്രസ്താവനയെ അപ്പടി പിന്തുണയ്ക്കേണ്ട ആവശ്യം BJP-ക്ക് എന്താണ്? മാധു, ഞാൻ SNDP-യുടെ പ്രവർത്തകനോ SNDP-യുടെ വക്താവോ അല്ല. പിന്നെ താങ്കൾ ഇന്ന് പറഞ്ഞ മാതിരിയിൽ ഇതിനെക്കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടി ഇന്നലെ തന്നെ വളരെ വ്യക്തമായിട്ട് സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ സംസ്ഥാന അധ്യക്ഷനും വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചു. ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിൽ 14 ജില്ലകളുണ്ട്. ഈ 14 ജില്ലകളിലുമുള്ള ഒരു സാമുദായിക സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരു നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിൻ്റെ സംഘടനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടനയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ദഹിപ്പിച്ചെടുക്കുകയും അതിനോട് യോജിക്കുകയും വിയോജിക്കുകയും ചെയ്യാനുള്ള അവകാശവും അധികാരവും ഒക്കെ എല്ലാവർക്കുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ആ ജില്ലയിൽ അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ വികസനവും അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ രംഗത്തും മറ്റ് രംഗത്തുമുള്ള ചില പിന്നോക്കാവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് എന്താണ് മലപ്പുറത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റ് 13 ജില്ലകൾക്കില്ലാത്ത വിധത്തിൽ ചിലർക്ക് പൊള്ളലുണ്ടാകുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി കുറച്ച് മുമ്പ് സ്വർണ്ണക്കള്ളക്കടത്തും ഹവാലയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അദ്ദേഹത്തിന് ലഭിച്ചത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പ്രസ്താവന നടത്തി. അപ്പോൾ കേരളത്തിലെ ചില ആളുകൾക്ക്, ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതെന്തോ ഞങ്ങൾക്ക് തീരെഴുതി കിട്ടിയത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന തരത്തിൽ സംസാരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാവാത്തത്. അദ്ദേഹം ഇന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വാദഗതികൾ പറയുന്നു. ആ ജില്ലയിൽ മറ്റ് ജില്ലകളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അനുവദിക്കപ്പെട്ട വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശരിയാണോ അല്ലയോ എന്ന് ഡാറ്റകൾ എടുത്ത് പരിശോധിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ്. അദ്ദേഹം പറയുന്നു ഏതാണ്ട് 27%-ത്തിനടുത്ത് കൂടിക്കാൻ 30%-ത്തിനടുത്ത് ആ ജില്ലയിൽ ചില വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുക്കുമ്പോൾ മറ്റ് ജില്ലകളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ലഭിച്ചതുപോലെയുള്ള സ്ഥാപനങ്ങൾ അവർക്കില്ല. അത് ആവശ്യപ്പെടുമ്പോൾ അത് ലഭിക്കുന്നില്ല. നാരായണീയർ, അത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആളുകളൊക്കെ ഈഴവരാണോ ആവേണ്ടവരാണോ എന്ന കാര്യത്തിലൊക്കെ എനിക്കും വ്യത്യസ്തമായ വീക്ഷണമുണ്ട്. അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ചിലർക്ക് പൊള്ളുന്നത് എന്തിനാണ് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. ശരി, ശ്രീ TP മാസ്റ്റർ, ഇപ്പോൾ അങ്ങ് SNDP-യുടെ പ്രതിനിധി അല്ലാത്തത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനെ അപ്പടി പിന്താങ്ങിയത് BJP എന്ന കാര്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. അപ്പോൾ ഞാൻ BJP-യുടെ കാര്യമാണ് ചോദിച്ചത്, ഒന്നാമത്. രണ്ടാമത്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. സംസ്ഥാനത്തെ 14 ജില്ലകളിലും വലിയ തോതിൽ അണികളുള്ള ഒരു സാമുദായിക നേതാവിന് ലോകത്ത് എല്ലായിടത്തും ഉള്ളതുപോലെ, അല്ലെങ്കിൽ പോട്ടെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണഘടന വിവക്ഷിക്കുന്നത് പോലെയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അത് അന്യന്റെ മൂക്കിന്റെ തുമ്പിൽ തീരുന്നതാണ്. മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് അവരുടെ സാമുദായികമായ സവിശേഷതകളെ എടുത്തു പറഞ്ഞുകൊണ്ട്
ആ തരത്തിൽ അതിനെ ചിത്രീകരിക്കാനുള്ള സ്വാതന്ത്ര്യം എവിടെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. മലപ്പുറം ഒരു പ്രത്യേക രാജ്യം എന്ന് അദ്ദേഹം പറയണമെങ്കിൽ അങ്ങ് നേരത്തെ ചോദിച്ചല്ലോ, മറ്റ് 13 ജില്ലകളെ പറ്റി പറയുമ്പോൾ ഇല്ലാത്ത വേദന എന്തുകൊണ്ട് മലപ്പുറത്തെക്കുറിച്ച് എന്ന്. മറ്റ് 13 ജില്ലകളെ പറ്റി അങ്ങനെ പരാമർശം ഉണ്ടാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ശ്രീ ജയേന്ദ്ര മാസ്റ്റർ? അല്ല, വളരെ കൃത്യമായിട്ട് ഇന്നലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മാധു, ഒരുപക്ഷെ നിങ്ങളുടെ ലേഖകൻ കൂടി അദ്ദേഹത്തിൻ്റെ ബൈറ്റ് കൊടുത്ത സമയത്തുണ്ട്, മലപ്പുറം ജില്ലയിലെ ചില പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. വളരെ കൃത്യമായിട്ട് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒരു കാര്യം കൂടി പറഞ്ഞു. ഇതുകൊണ്ട് മലപ്പുറം ജില്ലയിലെ എല്ലാ ആളുകളും ഇത്തരം ആളുകളാണ് എന്ന അഭിപ്രായം നമുക്കില്ല. അത് തന്നെയാണ് ഇവിടെ നമ്മൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. നോക്കൂ, വെള്ളാപ്പള്ളി നടേശന്റെ നിഗമനങ്ങളെ നമുക്ക് തെറ്റു പറയാൻ സാധിക്കുമോ? മലപ്പുറം ജില്ലയിൽ ആ ജില്ലയിലെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാഭ്യാസ ആനുകൂല്യ പ്രവർത്തനങ്ങളൊക്കെ സമുദായത്തിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് ആകെ ഒരു കോളേജ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അദ്ദേഹത്തിന് അത് മറ്റ് നിരവധി ആവശ്യപ്പെടുമ്പോൾ കിട്ടിയിട്ടില്ല. മറ്റ് പല ജില്ലകളിലുമുള്ള കണക്കുകൾ അദ്ദേഹം പറയുന്നു. അവിടെയുള്ള ജനസംഖ്യ നോക്കിയിട്ടോ ഒന്നുമല്ല ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ലഭിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ ജില്ലയിൽ മാത്രം തങ്ങൾക്കത് നിഷേധിക്കപ്പെടുന്നു എന്ന് ഒരു യോഗത്തിൽ ആ ജില്ലയിലെ എല്ലാ ആളുകളും ഇത്തരക്കാരാണെന്ന് പറയുന്നില്ല. എത്തരക്കാർ ടി പി ചന്ദ്ര മാസ്റ്റർ? അത് ഇന്നലെ വളരെ കൃത്യമായിട്ട് MT രമേശ് പറഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള ചില ആളുകൾ ഭീകരവാദ പ്രവർത്തനങ്ങൾ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് അല്പം കൂടുതലുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ മകനെ തന്നെ അദ്ദേഹം വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് അവിടെ മുഴുവൻ പ്രവർത്തിക്കാനും അഭിപ്രായ സ്വാതന്ത്ര്യം നടത്താനും അനുമതി ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ അവിടെ വെച്ച് ആക്രമിക്കപ്പെട്ടു. അത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന നിലയ്ക്ക് അവിടെ നിഷേധിക്കപ്പെടുന്നു. മറ്റൊരു BJPയുടെ സ്ഥാനാർത്ഥി, ലോക്സഭാ സ്ഥാനാർത്ഥി ഇവിടെ വന്നപ്പോൾ വോട്ട് ചോദിക്കാൻ ചെന്നപ്പോൾ നടക്കില്ല എന്ന് പറഞ്ഞോട് തിരിച്ചു. അത്തരത്തിൽ തീവ്രവാദ പ്രവണതയുണ്ട് എന്ന് പറയാൻ അങ്ങേക്ക് ആധാരമാകുന്ന പഠനം എന്താണ്? ഇന്റലിജൻസ് റിപ്പോർട്ട് എന്താണ്? കേന്ദ്ര സർക്കാരിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഡാറ്റയുണ്ടോ? പോലീസ് റിപ്പോർട്ടുകളുണ്ടോ? എന്താണ് അതിന്റെ അടിസ്ഥാനമായ രേഖ? അല്ല, അത് മാധു അങ്ങനെ അതിൻ്റെ ആധികാരികമായ രേഖ എന്നുള്ള നിലയ്ക്ക് ഇന്നലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നെങ്കിലോ എന്നോട് മുൻകൂട്ടി പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവരുമായിരുന്നു. യഥാർത്ഥത്തിൽ അത്തരം പ്രവർത്തനങ്ങളുടെ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ആധികാരികമായ രേഖ എടുത്തു വെച്ചിരിക്കുന്ന രേഖ എന്താണുള്ളത്? അങ്ങോട്ടാണ് വരുന്നത് മാധു. മാധു, ഞാൻ നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരത്തിലേക്ക് വരുന്നു. നോക്കൂ, കേരളത്തിലെ മലയാള ഭാഷാ പിതാവിന് ഇന്നേ വരെ അദ്ദേഹത്തിന് ഒരു സ്മാരകം ഈ ജില്ലയിൽ അനുവദിക്കില്ല എന്ന് പറയുന്നതിൽ അല്പം തീവ്രവാദ സ്വഭാവമുണ്ടോ? നമ്മളൊക്കെ ആരാധിക്കുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ ഇന്നേ വരെ ഇത് അനുവദിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നതിൽ ചില അസഹിഷ്ണുതയുണ്ടോ? മധുവിന് ഉത്തരം പറയൂ. പിന്നെ കിടക്കാം. അല്ല, തുഞ്ചത്തെഴുത്തച്ഛൻ അവിടെ സ്മാരകം അനുവദിക്കാൻ കഴിയില്ല എന്ന് അനുവദിക്കണമോ അനുവദിക്കേണ്ടയോ എന്ന് പറയാൻ അധികാരമുള്ളവരാണോ തീവ്രവാദ പ്രവണതയുള്ളവർ? അതായത് സർക്കാരിന്റെ ഭാഗമായിരിക്കുന്നവർ, തീരുമാനമെടുക്കാൻ കഴിയുന്ന നിയമസഭ, ഇതൊക്കെയാണോ? അല്ലെങ്കിൽ ക്യാബിനറ്റ്, ഇതൊക്കെയാണോ തീവ്രവാദ പ്രവണതയുള്ള സ്ഥാപനങ്ങൾ? അതോ അവിടുത്തെ ഏതെങ്കിലും ആളുകളാണോ? അങ്ങ് നേരത്തെ പറഞ്ഞ അവിടെയുള്ള ആളുകൾക്ക് തീവ്രവാദ പ്രവണതയുണ്ട് എന്നുള്ളതാണ്. അതിന് ആധികാരികമായ എന്തോ ഒരു രേഖ അങ്ങയുടെ കയ്യിലുണ്ട്. പക്ഷെ അങ്ങക്ക് പെട്ടെന്ന് പറഞ്ഞത് കൊണ്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നാണ് അങ്ങ് പറഞ്ഞത്. എന്നിട്ട് പറയാണ് തുഞ്ചത്തെഴുത്തച്ഛന്റെ സ്മാരകം അവിടെ സ്ഥാപിക്കാൻ കഴിയാത്തത് തീവ്രവാദ പ്രവണതയുള്ളത് കൊണ്ടല്ലേ എന്ന്. തുഞ്ചത്തെഴുത്തച്ഛന്റെ സ്മാരകം സ്ഥാപിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു ആവശ്യം മുന്നോട്ട് വെക്കപ്പെടുന്നു. അത് അനുവദിക്കേണ്ടതും അംഗീകരിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും മുട്ടിന് പ്രതിമകൾ സ്ഥാപിക്കുന്ന അടക്കം ബജറ്റിൽ പറയാറുണ്ടല്ലോ. അപ്പൊ അതവിടെ നടപ്പിലാക്കേണ്ടതടക്കമുള്ള കാര്യങ്ങളുടെ ഉത്തരവാദിത്തത്തിന് ഇവിടെ ഒരു സർക്കാരുണ്ട്. സർക്കാരിനെയാണോ നിങ്ങൾ തീവ്രവാദി സർക്കാർ എന്ന് വിളിച്ചത്? സാങ്കേതികപ്പെടുന്നുണ്ട്. ശ്രീ ടി പി ചന്ദ്ര മാസ്റ്റർ ടെലിഫോൺ ലൈനിൽ പ്രശ്നമുണ്ട്. ഞാൻ അദ്ദേഹത്തിലേക്ക് തിരികെ വരാം. അടുത്ത ഷിബു മീരാൻ. ശ്രീ ടി പി ചന്ദ്ര മാസ്റ്റർ പറഞ്ഞത് ഈ നമ്മൾ ചർച്ചയുടെ തുടക്കത്തിൽ ശ്രീ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കൂടി കടന്ന് അല്ലെങ്കിൽ പച്ചയ്ക്ക് എന്ന രീതിക്ക് പറയുന്ന ചില കാര്യങ്ങളാണ്. കെ സുരേന്ദ്രൻ പറഞ്ഞതിന്റെ ബാക്കിയുണ്ടായിരുന്നത് ഡെമോഗ്രഫി ഇങ്ങനെ മാറിയാൽ ജനാധിപത്യം ഉണ്ടാകില്ല എന്നുള്ളതാണ്. 80-20 എന്ന ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഡെമോഗ്രഫി ആ രീതിയിൽ ഉണ്ടായാൽ ജനാധിപത്യം ഉണ്ടാവില്ല എന്നുള്ളത് കൂടിയാണ് അവർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. മാധു, അപകടകരമായ അജണ്ടകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്
ഇപ്പോൾ ഇവർ നടത്തിയിട്ടുള്ളത് ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. നമുക്കറിയാം മാധു, ചില ബജ്രംഗിമാർക്ക് കഴിഞ്ഞ 1-2 പതിറ്റാണ്ടുകളായി കേരളത്തിൽ ചില താല്പര്യങ്ങളുണ്ട്. ഈ നാട് ഏതാണ് എന്ന് നമുക്കറിയാം. മാധു വിശ്വാസിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ജന്മം കൊണ്ട് മാധു ഒരു ഹിന്ദുവാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇന്ന് വരെ മാധുവിൻ്റെ ജാതി ചോദിച്ചിട്ടില്ല. ഞാനൊരു വിശ്വാസിയാണ്. കാരണം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കണ്ടുമുട്ടിയാൽ ആദ്യം ചോദിക്കേണ്ടത് ജാതിയല്ല എന്നൊരു മഹാഗുരു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മതവിശ്വാസങ്ങളുടെ പേരിൽ, ആരാധനാലയങ്ങളുടെ പേരിൽ ഉത്തരേന്ത്യയിൽ സംഘർഷങ്ങൾ ഉണ്ടായത്, കലാപങ്ങൾ ഉണ്ടായത്, അവിടെയൊക്കെ രക്തവും മാംസവും ചെയ്തിറയത്, നിസ്സഹായരായ മനുഷ്യരുടെ നിലവിളി ഉയർന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്റെയോ മാധുവിന്റെയോ തലമുറയുടെ ഓർമ്മകളിൽ, അല്ലെങ്കിൽ ഇതിനേക്കാൾ മുതിർന്ന തലമുറയുടെ 30 കിലോമീറ്റർ ഈ നാട്ടിലൂടെ ഇന്ന് ഒരു വാഹനത്തിൽ വരുന്ന സമയത്ത് ഭരണഘടന നെഞ്ചത്ത് ചേർത്ത് പിടിച്ചൊരു മനുഷ്യൻ, BR അംബേദ്കറിന്റെ ഒരു ചിത്രവും അതിന് താഴെ എഴുതി വെച്ചിരിക്കുന്നതും ഞാൻ കണ്ടിരുന്നു. ശ്രീ ഷിബു മീരാൻ, അത് ജനാധിപത്യത്തിന് ഏറ്റവും വലിയ ശത്രു ജാതീയതയാണ് എന്ന് പറയുന്നതാണ്. എത്ര കാലം മുതൽ മഹാരഥന്മാർ പറഞ്ഞു തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പോഴും ഈ കറ, വിദ്വേഷം, വെറുപ്പ് അതിങ്ങനെ തന്നെ പ്രചരിക്കുന്ന എന്തുകൊണ്ടാണ്? പിന്നെയും ശ്രീ ഷിബു മീരാൻ കേൾക്കാമോ? ഓക്കെ. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇപ്പോൾ ശ്രീ ടി പി ചന്ദ്ര മാസ്റ്റർ പറഞ്ഞവസാനിപ്പിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളിൽ ഒന്ന്, മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ മലപ്പുറത്തെക്കുറിച്ച് എന്നുള്ളതായിരുന്നു. മുഖ്യമന്ത്രി പറയുമ്പോൾ മുഖ്യമന്ത്രിയെ അദ്ദേഹം തിരുത്തി പറയുന്നില്ല കേട്ടോ ഈ ചർച്ചയിൽ. സാധാരണഗതിയിൽ BJPയും CPM-ഉം അങ്ങനെ ഒരേ കാര്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരേ കാര്യത്തിൽ തിരുത്തി പറയാതെ ഒരു ചർച്ചയിൽ പറയുന്നത് ഞാൻ ആദ്യം കേൾക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾ പറയുന്നു മലപ്പുറത്ത് എന്തോ ചില പ്രശ്നങ്ങളുണ്ട്, അവിടെ തീവ്രവാദ പ്രവണതയുണ്ട്, അതൊരു രാജ്യമാണ്, അവിടെ നിങ്ങൾക്ക് ശ്വസിക്കാൻ സാധാരണഗതിയിൽ കഴിയില്ല എന്ന് പറയുന്നത് ഒരു സാമുദായിക നേതാവിന്റെ സ്വാതന്ത്ര്യത്തിൽ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പട്ടികയിൽപ്പെടുത്താവുന്ന പരാമർശമാണോ? വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൻ്റെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് നിലമ്പൂരിൽ പ്രസംഗിച്ചത്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഈഴവ സമുദായത്തിന്, തീയ സമുദായത്തിന് വേണ്ടത്ര വിദ്യാഭ്യാസ, സാമൂഹ്യ ആനുകൂല്യങ്ങൾ, പ്രാതിനിധ്യമുണ്ടായില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഈ മലപ്പുറം ഒരു സ്വതന്ത്ര രാജ്യമോ സംസ്ഥാനമോ ഒക്കെ ആണോ? അങ്ങനെയാണ് ചിലർ കരുതുന്നത്. ഇവിടെ സ്നേഹത്തിൻ്റെ സ്വതന്ത്രമായ വായു ശ്വസിക്കാൻ കഴിയുമോ? ഇത് ശശികല ടീച്ചർമാർ പറഞ്ഞാൽ, ജയേന്ദ്രൻ മാഷിൻ്റെയൊക്കെ ആചാര്യകളാണല്ലോ ഇവരൊക്കെ, അത്തരം ആളുകൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ എന്തിനു വേണ്ടിയാണ് ഹിന്ദുത്വവാദികളുടെ, മുസ്ലിം വിരുദ്ധമായ മുൻവിധികളിൽ നിന്നുള്ള, കെട്ടുകഥകളിൽ നിന്നുള്ള ഇത്തരമൊരു പ്രസ്താവന മലപ്പുറം പോലെ സ്നേഹസമ്പന്നവും വൈവിധ്യപൂർണവുമായ സംസ്കാരവും ജീവിതവുമുള്ള ഒരു സമൂഹത്തെ, ഒരു നാടിനെക്കുറിച്ച് പറഞ്ഞത് എന്നതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ ഇതിൽ BJPക്ക് എന്ത് നിലപാടുണ്ട്? അത് BJP ഇത് ഏറ്റുപിടിച്ചത്. BJPയുടെ നിലപാട് യഥാർത്ഥത്തിൽ, ഹിന്ദുത്വത്തിൻ്റെ നിലപാട് യഥാർത്ഥത്തിൽ മിസ്റ്റർ വെള്ളാപ്പള്ളിയുടെ നാവിലൂടെ വന്നു എന്നതാണ് ഞങ്ങളുടെയൊക്കെ പ്രശ്നം. വെള്ളാപ്പള്ളി ശ്രീനാരായണൻ്റെ പ്രസ്ഥാനമാണ്. ഗുരുദർശനങ്ങൾ എന്ന് പറയുന്നത് മതദ്വേഷത്തിനെതിരാണ്. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരു അവിടെ എഴുതി വെച്ച, സ്വന്തം കൈപ്പട കൊണ്ട് എഴുതി വെച്ച ശബ്ദമുദ്ര എന്ന് പറയുന്നത് ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്നാണ്. ഗുരു കണ്ട ഒരു സമാജം, ഒരു സമൂഹം എന്ന് പറയുന്നത് ജാതി മാത്രമല്ല, മതദേശമില്ലാതെ എല്ലാവരും സോദരത്തേന കഴിയുന്നൊരു സമൂഹത്തെയാണ്. അത്തരമൊരു ദർശനത്തിൻ്റെ തുടർച്ചയായ ഒരു പ്രസ്ഥാനത്തിൻ്റെ വക്താവാണ് താൻ എന്ന് മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിലമ്പൂരിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു പ്രസ്താവന വരരുത്. നമുക്കെല്ലാവർക്കും അറിയാം മലപ്പുറത്തെക്കുറിച്ച് എത്രയോ കെട്ടുകഥകളുണ്ട്. അത് കൊളോണിയൽ ശക്തികൾ, മാപ്പിളമാരുടെ ഹാലിളക്കം മൂലമാണ് 1921 കലാപമുണ്ടായത്. അതിനു മുമ്പ് കുടിയാന്മാരുടെ അതിശക്തമായ സാമ്രാജ്യത്വത്തിനും ജന്മിത്വത്തിനുമെതിരായിട്ടുള്ള നിരവധി കലാപങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് ഇതൊരു ഫനാറ്റിക് ഏരിയ ആണ് എന്നാണ് ബ്രിട്ടീഷ് കൊളോണിയൽ ചരിത്രകാരന്മാർ മലപ്പുറത്തെ പറഞ്ഞു വെച്ചത്. അതിലൊരു പരാമർശം എന്ന നിലയ്ക്ക് വിമർശനം മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ, മുഖ്യമന്ത്രിയുടെ ലേഖനവുമായി ബന്ധപ്പെട്ട് പോലും ഉയരുകയുണ്ടായി. അത് പിന്നീട് ഒരു PR ഏജൻസി ഉണ്ടാക്കിയതാണ് എന്ന് പറയുകയും അതിൽ അത്തരത്തിൽ PR ഏജൻസിയുടെ വാക്കുകൾ കൊടുത്തതിൽ ഹിന്ദു ഖേദം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ അത് അവിടെ കൊണ്ട് തീരുന്നില്ല. അത് വീണ്ടും വീണ്ടും ഇതായിപ്പോൾ BJPയുടെ പ്രതിനിധി തന്നെ പറയുകയാണ്, മുഖ്യമന്ത്രി അത് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. മാത്രമല്ല ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ഇതായിപ്പോ നോക്കൂ, തുഞ്ചത്താചാര്യന്റെ പ്രതിമ അല്ലെങ്കിൽ തുഞ്ചത്താചാര്യന്റെ ഒരു സ്മാരക മണ്ഡപം അവിടെ സ്ഥാപിക്കാൻ ചിലർ സമ്മതിക്കുന്നില്ല
ഇത് നോക്കുന്നത് ആരാണ് സമ്മതിക്കേണ്ടത്, ആരാണ് തീരുമാനിക്കേണ്ടത്, ആരാണ് അനുവദിക്കേണ്ടത്? അല്ല, അത് ജയേന്ദ്ര മാഷക്ക് വേണ്ടത്ര കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. ചില വർഗീയ ഗ്രൂപ്പുകൾ, എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾ ഇത്തരം പ്രസ്താവന ഇറക്കുന്നുണ്ട്. OV വിജയൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ സമ്മതിക്കില്ല, എഴുത്തച്ഛൻ്റെ പ്രതിമ. അതൊന്നും മലപ്പുറത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ, മലപ്പുറത്തിൻ്റെ ഒരു അഭിപ്രായമല്ല, അത് ചില ജിഞ്ചർ ഗ്രൂപ്പുകളുടെ അഭിപ്രായമാണ്. മാഷക്കറിയാമല്ലോ, 1961 പട്ടംതാണു പിള്ളയാണ് ഇവിടെ തിരൂരിൽ തുഞ്ചത്തെഴുത്തച്ഛന് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ അർഹമായ ഒരു സ്മാരകം ഉണ്ടാക്കാനുള്ള ഇന്നത്തെ തുഞ്ചത്തെഴുത്തച്ഛൻ പറമ്പിൽ, നമ്മളെ എഴുത്തച്ഛൻ സ്മാരകം അവിടെയാണ് ഇപ്പോൾ, അവിടെ തറക്കല്ലിട്ടത്. അത് 64 അത് വികസിച്ചു. 67 സപ്തകക്ഷി മന്ത്രിസഭ മലപ്പുറം ജില്ലയൊക്കെ വന്നപ്പോൾ അത് കൂടുതൽ വിപുലപ്പെടുത്തി. MD വാസുദേവൻ നായരുടെയൊക്കെ കാർമ്മികത്വത്തിൽ പിന്നീട് അത് ഈ ഇന്ത്യക്കാകെ, ലോകത്തിനാകെ മാതൃകയാകാവുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമായി, കേരളത്തിൻ്റെ അഭിമാന കേന്ദ്രമായിട്ട് അതിന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ രാഷ്ട്രീയ കളിയും സാമുദായിക കളിയും നടന്നില്ല എന്നുള്ളത് കൂടി എടുത്തു പറഞ്ഞു പോകേണ്ടതുമാണ്. ഞാൻ വരാം. ശ്രീ KP നൗഷാദ് അലി. അതെ, ശ്രീ KP നൗഷാദ് അലി, അനുവദിച്ചില്ല. തീർച്ചയായും. ശ്രീ KP നൗഷാദ് അലി, അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. മലപ്പുറത്തെ കുറിച്ച് പറയുമ്പോൾ മാത്രം പൊള്ളുന്നത് എന്താണ്? മറ്റ് 13 ജില്ലകളെ കുറിച്ച് പറയുമ്പോൾ ഈ പ്രശ്നമില്ലല്ലോ. മലപ്പുറത്തെ കുറിച്ച് വിമർശനം ഉന്നയിക്കാൻ കഴിയില്ലേ? ഇപ്പോ വെള്ളാപ്പള്ളി നടേശൻ ഒരു സാമുദായിക നേതാവ്, അദ്ദേഹം ഒരു പരാമർശം നടത്തുന്നു. മറ്റു സാമുദായിക നേതാക്കൾ ഇത് ഏറ്റുപിടിച്ചാൽ എവിടെ ചെന്ന് നിൽക്കും? ഇതിപ്പോൾ BJP ഏറ്റുപിടിക്കുന്നു, CPM-ഉം കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതിന് മറുപടി പറയുന്നു എന്ന നിലയ്ക്ക് പോകുന്നത് കൊണ്ടാണ്. ഈ കൊട്ടുന്ന കൈക്ക് മറുകൈ കൊട്ടാൻ ഇവിടെ ആളുകൾ ഇറങ്ങി തിരിച്ചാൽ ഇത് എവിടെ നിൽക്കും? അപ്പോൾ ഒരു ഭാഗത്തുനിന്ന് തുടർച്ചയായി കൊട്ടിക്കൊണ്ടിരിക്കുക, അവിടെ എല്ലാത്തിനും സ്വാതന്ത്ര്യം കൽപ്പിച്ചു കൊടുക്കുക, അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്ന് പ്രിവിലേജ് കൊടുക്കുക എന്ന് പറഞ്ഞ് എത്ര നാൾ മുന്നോട്ട് പോകും? മാധു, ഇന്ന് വെള്ളാപ്പള്ളി പോലും മനസ്താപത്തോടെ രണ്ടാമതൊരു പത്രസമ്മേളനം നടത്തുന്നതിന് ആധാരമായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ ഞാൻ തള്ളിക്കളയുന്നു. അതിനൊന്നും മറുപടി പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ പക്ഷേ വെള്ളാപ്പള്ളിയോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്, ഒരു മലപ്പുറം ജില്ലക്കാരൻ എന്ന നിലയ്ക്ക് ഒരു അപേക്ഷയുണ്ട്. അത് ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പാകെ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് അദ്ദേഹം പറഞ്ഞ കുടിപ്പള്ളിക്കൂടം പോലും കിട്ടിയില്ല എന്ന പരാതി മുൻനിർത്തിയിട്ടാണ് ഞാൻ മലപ്പുറംകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിനോട് ഒരു അപേക്ഷ മുന്നിൽ വെക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ 2023 കേരള നിയമസഭയുടെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ 190 എയ്ഡഡ് കോളേജുകളുണ്ട്. അതിൽ 181 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും 6 പോളിടെക്നിക്കുകളും 3 എഞ്ചിനീയറിംഗ് കോളേജുമാണ്. ഈ 181 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ 84 ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിലും 62 ഹിന്ദു മാനേജ്മെൻറ്റിൻ്റെ കീഴിലും 38 മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ കീഴിലുമാണ്. ഈ 62 കോളേജുകളിൽ 22 NSSൻ്റെ കീഴിലും 24 SNDPയുടെ കീഴിലുമാണ്. ഈ 24 എയ്ഡഡ് കോളേജുകൾ SNDP സ്ഥാപിച്ചപ്പോൾ പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ, അങ്ങ് എന്തുകൊണ്ട് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന മലപ്പുറം ജില്ലയെ പരിഗണിച്ചില്ല എന്നൊരു വലിയ ഒരു ചോദ്യം അങ്ങയോട് ചോദിക്കാനുണ്ട്. അതൊരു പരാതി രൂപത്തിൽ എനിക്ക് ചോദിക്കാനുണ്ട്. നിങ്ങൾ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കോളേജുകൾ സ്ഥാപിച്ച് മുന്നോട്ട് വന്നപ്പോൾ മലപ്പുറത്തെ പരിഗണിക്കാതിരുന്നതിലുള്ളൊരു വേദന ഞാൻ അറിയിക്കുന്നു. അങ്ങ് പറഞ്ഞതുപോലെ മലപ്പുറം ഒരു കേന്ദ്രഭരണ പ്രദേശമോ പ്രത്യേക 370 വകുപ്പിൻ്റെ പരിരക്ഷയുള്ള സ്ഥലമോ എന്നല്ല. ആർക്കും വന്ന ഏത് കോളേജും ഏത് പള്ളിക്കൂടവും സ്ഥാപിക്കാമായിരുന്നു. പക്ഷേ 24 കോളേജുകൾ എയ്ഡഡ് മേഖലയിൽ സ്ഥാപിച്ചപ്പോൾ നിങ്ങൾ മലപ്പുറത്ത് വേണ്ട വിധം പരിഗണിച്ചില്ല. എന്നിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു ആക്ഷേപം കൂടി ചൊരിയുക എന്ന് പറഞ്ഞാൽ അത് വേദനാജനകമാണ്. ഞങ്ങൾ നിങ്ങളെ അവഗണിക്കുകയും ചെയ്തു, എന്നിട്ട് ആക്ഷേപവും ചൊരിയുന്നു എന്നുള്ളൊരു വേദന ഞാൻ പങ്കുവെക്കുകയാണ്. പിന്നെ എനിക്ക് വെള്ളാപ്പള്ളി നടേശനോടും കേരളീയ പൊതുസമൂഹത്തോടും ഒക്കെ പറയാനുള്ളത്, ഈ മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യതിരക്തമായൊരു ചരിത്രമുണ്ട്. തിരുകൊച്ചിയിൽ നിന്ന് വിഭിന്നമായിട്ട് മലബാർ 1790 മുതൽ 10 വർഷക്കാലം ബോംബെ പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. തുടർന്ന് 157 കൊല്ലം മദിരാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. അത് കഴിഞ്ഞ് 69 വർഷമേ ആയിട്ടുള്ളൂ ഐക്യ കേരളം രൂപപ്പെട്ടിട്ട്. അതുകൊണ്ട് തന്നെ ഭൂമിശാസ്ത്രപരമായി, രാഷ്ട്രീയമായി, ജാതീയമായി, മതപരമായി, സാംസ്കാരികമായി ഒക്കെ വേറിട്ടൊരു വ്യക്തിത്വം മലബാറിനുണ്ട്. അത് ഈഴവരും നായരും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ സൗഹാർദ്ദത്തോടെ നിലനിന്ന് പോകുന്നൊരു കൾച്ചറും പാരമ്പര്യമാണ്. അത് പതിറ്റാണ്ടുകൾ, നൂറ്റാണ്ടുകളായിട്ട് അത്തരത്തിലാണ്. ഒരു പക്ഷേ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവത്തിൽ കൊച്ചി ഭാഗങ്ങളിലൊക്കെയുള്ള മത ജാതി ചിന്തകളെക്കാൾ തുലോം കുറവാണ് മലബാറിലെ അത്തരത്തിലുള്ള ചിന്തകൾ. അപ്പോൾ അത്തരത്തിലുള്ള പ്രദേശത്ത് സ്വാഭാവികമായിട്ടും മതജാതി സംഘടനകളൊക്കെ വേരുപിടിക്കുന്നത്, അല്ലെങ്കിൽ ജാതീയ സംഘടനകളൊക്കെ വേരുപിടിക്കുന്നത് അത്ര കണ്ട് തിരുവിതാംകൂറിനെ അപേക്ഷിച്ച് സംഭവിച്ചിട്ടില്ല.
അതിൻ്റെയൊക്കെ ഒരു വേവലാതി ഇത്തരത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട് തീവ്രവർഗീയതയിലേക്ക് അവരാനയിച്ചുകൊണ്ട് നിറവേറ്റുന്നത് ശരിയല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മലബാറിലെ തീയ വിഭാഗം എന്നാൽ അത് വലിയ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി മലബാറിലെ തീയ വിഭാഗം അത് ആരോമൽ ചേകവരുടെ, ഉണ്ണിയാർച്ചയുടെ, അരിങ്ങോടരുടെ, ചന്തുവിൻ്റെ, പുത്തൂരം വീടിൻ്റെ ഒക്കെ പാരമ്പര്യവും പൈതൃകവും ഉള്ള ഒരു വലിയ മഹത്തായ പെരുമയുള്ളൊരു സമുദായമാണ്. അത് പ്രിവിലേജ്ഡായ ഒരു സമുദായമാണ്. അവരെല്ലാവരോടും വലിയ സൗഹാർദ്ദത്തിൽ വർത്തിച്ചു പോകുന്ന സാംസ്കാരിക സമ്പന്നമായ ഒരു വിഭാഗമാണ്. അതിനെയൊക്കെ വഴിതെറ്റിക്കാൻ ഇത്തരത്തിലുള്ള സംഘപരിവാറിന്റെ ഈ അജണ്ടകളൊന്നും പ്രയോഗിക്കരുത്. മാന്യമായ സംഘടനാ പ്രവർത്തനവും ശ്രീനാരായണ ആദർശങ്ങളൊക്കെ പറഞ്ഞാൽ തന്നെ എല്ലാ ശക്തിപ്പെടും. സഹോദര മനോഭാവം വേണമെന്ന് പറഞ്ഞു വെച്ച ഗുരു അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്ന കാഴ്ചപ്പാടുകൾ, ഗുരുവിന്റെ കാഴ്ചപ്പാടുകളും വീക്ഷണവും കേരളത്തെ എത്രത്തോളം നവോത്ഥാന പാതയിൽ മുന്നോട്ട് നയിച്ചു എന്നുള്ളത് അഭിമാനത്തോടെ നോക്കിക്കാണുന്ന ഒന്നാണ് വിഭാഗമാണ് നമ്മൾ. ഓരോ പ്രശ്നങ്ങളും സാമുദായികമായ വിഷയങ്ങളും വരുമ്പോൾ, ഓരോ സാമൂഹ്യമായ വേർതിരിവുകളും വരുമ്പോഴും ഗുരുവിലേക്ക് നോക്കൂ എന്ന് ആവർത്തിച്ച് പറയുന്നവരാണ് നമ്മൾ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നു പറഞ്ഞ മനുഷ്യന്റെ പിന്നാലെ വരുന്ന മനുഷ്യർ ദാ ആ ജാതി, ദാ ഈ മതം എന്ന് ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾക്ക് സമുദായ അംഗങ്ങൾക്ക് സ്വച്ഛമായി ശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്ന്, സ്വാതന്ത്ര്യത്തിന്റെ ശ്വാസം പോലും അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന് വിളിച്ചു പറയുമ്പോൾ പ്രചരിപ്പിക്കുന്നത് എന്താണ്? ആരോടാണ് ആ പുറംതിരിഞ്ഞു നിൽക്കൽ? മാധു, സാഹോദര്യ ഭാവവും മനുഷ്യത്വവും പരസ്പര സഹകരണവും പരസ്പര വിശ്വാസവും എന്ന് പറയുന്നത് മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ പരസ്പരം രൂപപ്പെടേണ്ടതും പരസ്പര ബഹുമാനത്തിലൂടെയും പരസ്പര പരിഗണനയിലൂടെയും ആർജിച്ചെടുക്കേണ്ടതുമാണ്. സ്വാഭാവികമായിട്ടും ഐക്യ കേരളമുണ്ടായി സഹവർത്തിത്തോടെ ജീവിച്ച ഒരു ജനതയ്ക്കിടയിൽ ഇത്രയും കാലം ഭരണകൂടത്തിൻ്റെ മുന്നണി പോരാളികളാവുകയും നിയന്ത്രിക്കുകയും ചെയ്തവർക്ക് അത് ഊട്ടി ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ പരാജയ കാരണങ്ങളെ തികയുകയും ആ പരാജയ കാരണങ്ങളെക്കുറിച്ചുള്ള അവരുടെ വിഭാവങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയുമല്ലേ വേണ്ടത്? സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ടെത്തുന്നത് കേരളം പോലുള്ള സഹകരണ മനോഭാവത്തോടെയും മതത്തിന് വിരുദ്ധമായും മതേതരത്വത്തിൻ്റെ ഉയർന്ന ഭാവങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്ത ഒരു സമൂഹത്തിനിടയിൽ എവിടെയാണ് ഇത്തരത്തിൽ നാം കുറ്റപ്പെടുത്തുന്ന ചിന്താധാര ഉയരെടുക്കുന്നത്? അദ്ദേഹത്തോട് നമുക്ക് വിയോജിക്കാം, അദ്ദേഹത്തെ നമുക്ക് ഒറ്റപ്പെടുത്താം. പക്ഷേ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ ഇല്ലാതാകുമോ? നമുക്ക് വെള്ളാപ്പള്ളി നടേശനെ പുറത്താക്കാം. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അവഗണിക്കാൻ സാധിക്കുമോ? നിങ്ങൾക്കൊരു ക്ലാസ് റൂമിൽ നിന്നും കുട്ടിയെ അടിച്ചു പുറത്താക്കാം. പക്ഷെ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലേ? നൗഷാദ് അലി കേരളം ഏറെക്കാലം ഭരിച്ച മതേതരത്വത്തിന്റെ വക്താവ് പറയുന്നത് എന്താണ്? ഞാനതിന് ഉത്തരം പറയുന്നില്ല, ഞാനത് അവജ്ഞയോടെ തള്ളിക്കളയുന്നു. സർ, നമ്മുടെ കേരളത്തിൽ മലബാറിൽ ഒരു ജില്ലയിൽ അവിടുത്തെ ഒരു സമുദായ നേതാവ് പറയുന്നു, ഞങ്ങൾക്ക് ഇന്ന കണക്ക് പ്രകാരം ഞങ്ങൾ അവഗണിക്കപ്പെടുകയാണ്, ഞങ്ങൾക്ക് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്താൻ അനുമതി ലഭിക്കുന്നില്ല. ഇത് പരിഹരിക്കപ്പെടേണ്ടതല്ലേ? അദ്ദേഹത്തിന് അതിന് ഉത്തരം പറയുന്നതിന് പകരം മറ്റു പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കുറ്റപ്പെടുന്നതിൽ എന്ത് ധാർമ്മികതയാണുള്ളത്? അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഈ ചർച്ചയിലുള്ള എല്ലാവരും പറഞ്ഞു മലപ്പുറത്ത് അദ്ദേഹത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചു കിട്ടുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ SNDPക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചു കിട്ടുന്നില്ല എങ്കിൽ അതല്ലേ പറയേണ്ടത്? ഇതിപ്പോ നോക്കൂ, ഈ സംസ്ഥാനത്ത് എവിടെയാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അനുമതി കൊടുക്കേണ്ടത് പൊതുജനമോ അല്ലെങ്കിൽ സാമുദായിക സ്വാധീനമുള്ള ശക്തികളോ ഒന്നുമല്ലല്ലോ. അത് അനുവദിച്ചു കൊടുക്കേണ്ടത് സർക്കാരല്ലേ? അപ്പൊ ഇനി അഥവാ അനുവദിച്ചു കിട്ടുന്നില്ലെങ്കിൽ സർക്കാരിനോടല്ലേ പറയേണ്ടത്? അല്ലാതെ മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, അതൊരു പ്രത്യേക സാമുദായിക വിഭാഗം കൂടിച്ചേർന്ന് താമസിക്കുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞ് അതിനെ ചാപ്പ് കുത്തുന്നതും ഇതും തമ്മിൽ എന്താണ്? ഈ തീരുമാനമെടുക്കാൻ ശേഷിയുള്ളവരാണോ അവിടുത്തെ ശക്തമായ സാമുദായിക വിഭാഗം? ആണോ? അവർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന ആരാണ്? ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് അവർ സ്വന്തമായിട്ട് ഒപ്പുവെക്കുന്ന, തുല്യം ചാർത്തുന്ന പേപ്പർ അനുസരിച്ചാണോ അവരോട് വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്നത്? അല്ല, സർക്കാരാണ്. അപ്പൊ ആ സർക്കാരിനെ അല്ലേ പറയേണ്ടത്? അല്ലാതെ അവിടെ ശ്വാസം കിട്ടുന്നില്ല, അവിടെ വേറെ രാജ്യമാണ്, അവിടെ വേറെ ലോയാണ് എന്ന് പറയുന്നത് എന്തിനാണ്? മാധു, ഞാൻ മനസ്സിലാക്കിയത് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ സംഘടനയ്ക്കകത്ത് വെച്ചുള്ളൊരു ഹാൾ മീറ്റിങ്ങിലോ മറ്റോ പറഞ്ഞ കാര്യമാണ്. അതിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ കസ്റ്റഡിയിലാണ് ഈ ജില്ല എന്ന് പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ പുറത്ത് വിട്ടാൽ ഞാനിത് വിശ്വസിക്കാം. പിന്നീട് അദ്ദേഹം എന്ത് പറഞ്ഞു, എന്താണ് പറയേണ്ടത് എന്ന് പറയാനൊന്നും ഞാൻ ആളല്ലല്ലോ മാധു. മാധുവിനും വേണമെങ്കിൽ അദ്ദേഹത്തെ കാണുമ്പോൾ ഉപദേശിക്കാം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം അദ്ദേഹത്തിൻ്റെ പോരായ്മ ചൂണ്ടിക്കാണിച്ചതായിക്കൂടെ?
ഇതാ എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. അതിന് അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യമെടുത്ത് അദ്ദേഹം പറഞ്ഞു, അവർ ഇറങ്ങിപ്പോവാൻ നേരത്ത് കഴിഞ്ഞ UDF-ന്റെ കാലഘട്ടത്തിൽ പോലും ഞാൻ നമ്മുടെ കൈവശമുള്ള ഒരു അൺഎയ്ഡഡ് സ്കൂൾ എയ്ഡഡ് സ്കൂളാക്കി തരാൻ ആവശ്യപ്പെട്ടു. ആ കാര്യം അദ്ദേഹം എവിടെയെങ്കിലും പറയണ്ടേ? ഇപ്പൊ നമ്മൾ ചർച്ച ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അനുമതി കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്ത് വിമർശനം ഉന്നയിച്ചാലും അത് സർക്കാരിനെതിരെയാകണം. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ആളുകളുടെ സംസ്ഥാനമാണ്, സമുദായ അംഗങ്ങൾ ഭയന്നു കഴിയുന്നു എന്ന രീതിയിൽ പറയുന്നത് എന്തിനാണ്? അങ്ങനെ ഏതെങ്കിലും ആ സമുദായത്തെ, ഞാൻ പേര് പറയാൻ തയ്യാറല്ല കേട്ടോ, വെള്ളാപ്പള്ളി നടേശൻ പ്രതിനിധീകരിക്കുന്ന സമുദായം അവിടെ ഭയന്ന് കഴിയേണ്ട എന്തു സാഹചര്യമാണ് കേരളത്തിലുള്ളത്? മാധു, ഞാൻ ഒരു സമുദായത്തിന്റെയും പേര് ഈ ചർച്ചയിൽ മാധു എത്ര മെനക്കെട്ടാലും ഞാൻ അത് ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഞാൻ സംസാരിക്കില്ല. കാരണം വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ പറഞ്ഞ കാര്യം വറക്കും തിരിച്ചും കേട്ടു, ഒരുപാട് തവണ കേട്ടുപോയി. അല്ലെ, ഒരുപാട് തവണ ഞാൻ കേട്ടു. അദ്ദേഹം ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ ജില്ലയാണെന്നോ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെതാണെന്നോ പറഞ്ഞത് ഞാൻ മനസ്സിലെ മലയാളത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ല. പകരം അദ്ദേഹം പറഞ്ഞ ആലങ്കാരികമായിട്ട് പറഞ്ഞ കൂട്ടത്തിൽ അവിടെ ഭയപ്പാടോടെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. നോക്കൂ, അദ്ദേഹം തന്നെ പറഞ്ഞു. അല്ല, ആ അവസ്ഥ ഏതാണെന്നാണ് ഞാൻ ചോദിച്ചത്. ആ അവസ്ഥയെ അങ്ങനെ തന്നെ സാധൂകരിക്കാൻ BJP-യുടെ നേതാക്കൾ ഇറങ്ങി പുറപ്പെട്ടല്ലോ. ഡെമോഗ്രഫി ഇങ്ങനെ പോയാൽ ജനാധിപത്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ ഡെമോഗ്രഫിയിൽ ഏതോ ഒരു സമുദായത്തിന് കൂടുതൽ സ്വാധീനമുണ്ട് എന്ന തിരിച്ചറിവ് നിങ്ങളെ കൂടി ഭയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഭയന്ന് ജീവിക്കാനുള്ള എന്ത് സാഹചര്യം ഉണ്ടെന്നാണ് പറയുന്നത്? എന്തു സാഹചര്യം ഉണ്ടെന്നാണ് പറയുന്നത്? മാധു ഒരു കാര്യം ചെയ്യും, മാധു ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന്റെ ഭാഗം കൂടിയാണല്ലോ. കേരളത്തിലെ ഓരോ ജില്ല തിരിച്ച് ഓരോ ജില്ലയിലെ ഇത്തരത്തിൽ മതഭൂരിപക്ഷത്തിനും ന്യൂനപക്ഷത്തിനും പ്രാദേശിക വിഭാഗങ്ങൾക്കും അനുവദിക്കപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കണക്കെടുക്കുക, പ്രൊഫഷണൽ സ്ഥാപനങ്ങളുടെ കണക്കെടുക്കുക. അദ്ദേഹം പറഞ്ഞത് വസ്തുതാപരമായി ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. അദ്ദേഹം ആവശ്യപ്പെട്ടിട്ട് എന്തുകൊണ്ട് ആ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഇത്തരത്തിൽ പഠിപ്പിക്കാൻ കഴിയുന്നില്ല, എന്തുകൊണ്ട് അത് നിഷേധിക്കപ്പെടുന്നു? വണ്ടൂരിൽ ഞാൻ മനസ്സിലാക്കി ഇതിന് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു വിവരാവകാശ പത്രം 10 രൂപയ്ക്ക് വാങ്ങി എഴുതി കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അത് വിദ്യാഭ്യാസ സ്ഥാപനത്തെ കുറിച്ചായിരിക്കണം. അല്ലാതെ സാമുദായിക അംഗങ്ങൾ ഭയന്ന് ജീവിക്കുന്നു, അവിടെ ചിലർക്ക് തീവ്രവാദ പ്രവണത ഉണ്ടെങ്കിൽ അത് എത്ര ശതമാനം, അതുകൊണ്ടാണോ ഈ മെമ്മോറിയൽ സ്ഥാപിക്കാൻ കഴിയാതെ പോകുന്നത് എന്ന് 10 രൂപ പത്രത്തിൽ എഴുതി കൊടുത്താൽ അതിന് ആധികാരികമായ ഒരു രേഖയും സാമാന്യ ബുദ്ധിയുള്ളവർക്കും അരിഭക്ഷണം കഴിച്ച് ജീവിക്കുന്നവർക്കും കൊടുക്കാനുള്ള ഒരു രേഖയും ഇല്ല. പിന്നെ അത് പ്രവണതയല്ലേ, അതിൽ ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു പോകാൻ കഴിയുന്ന കാഴ്ചപ്പാടുള്ള ചില മനുഷ്യരുണ്ട്. അത് തിരുത്തപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹം നിൽക്കുന്ന പ്രായത്തിൽ, അദ്ദേഹം നിൽക്കുന്ന സാമുദായിക സ്ഥാനത്തിൽ, അദ്ദേഹം നിൽക്കുന്ന ഉന്നതിയിൽ തിരുത്താൻ ഞാനാളല്ല, ഉപദേശിക്കാനും ഞാനാളല്ല. അങ്ങനെ ഒരാൾക്ക് തിരുത്താനും ഉപദേശിക്കാനും നിന്നുകൊടുക്കാതെ ഇരിക്കുക എന്ന് പറയുന്നതാണ് ഉന്നതി. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, കഴിഞ്ഞ തവണ ഞാൻ അങ്ങ് സംസാരിച്ചു വന്നപ്പോൾ സാങ്കേതിക പ്രശ്നം ഉണ്ടായതുകൊണ്ട് മറ്റതിലേക്ക് പോയതാണ്. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഇപ്പോൾ മുൻപൊരു ചർച്ചയിൽ അത് പൂർണ്ണാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ആവർത്തിക്കരുത് എന്നാണ് അന്ന് നമ്മൾ ഗുരുക്കന്മാരെ പോലെ കാണുന്നവർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒരു സമുദായത്തിലുള്ളവരെല്ലാവരും തീവ്രവാദികളല്ല, പക്ഷെ തീവ്രവാദികളെല്ലാവരും ആ സമൂഹത്തിൽ നിന്നുള്ളവരാണ് എന്നതാണ് അക്കാലയളവിൽ കേട്ടിട്ടുള്ളതിലും ഇക്കാലയളവിൽ കേട്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും വലിയ അശ്ലീലം എന്ന് പറയുന്നത്. അത് ആവർത്തിച്ച് പറഞ്ഞു ഊട്ടുക എന്ന് പറയുന്നത്. അതാ നോക്കൂ, കുറച്ചു മുമ്പ് ഈ ചർച്ചയിൽ തന്നെ ഉന്നയിക്കപ്പെട്ടു. അവിടെയുള്ളവരെല്ലാവരും ആ വിഭാഗത്തിൽ പെടുന്നവരാണെന്ന് പറയുന്നില്ല. ആ പ്രദേശത്ത് തീവ്രവാദ പ്രവണതയുള്ളവരുണ്ട് എന്ന നിലയ്ക്ക് ചാപ്പ കുത്തി വെക്കുന്നത് എന്തിനാണ്? കൃത്യമായി മാധു, ആദ്യം ഞാൻ പറഞ്ഞ കാര്യം ഒറ്റ എന്ന് പറഞ്ഞാൽ ഈ ചർച്ച ഏത് നിമിഷവും ഒരു മുസ്ലിം ഈഴവ തർക്കമായി മാറ്റാൻ അവസരം കാത്തിരിക്കുന്നവരുണ്ട് എന്നതുകൊണ്ട് മാത്രം പറയാണ്. ഒരു പീഠ എറുമ്പിനും വരുത്തരുതെന്ന അനുകമ്പയും സദാ കരുണാകര നൽകുകനുള്ളിൽ നിൻ തിരുമൈ വിട്ടൊഴിയാതെ ചിന്തയും എന്ന് പഠിപ്പിച്ച മഹാഗുരു സ്ഥാപിച്ച പ്രസ്ഥാനത്തിൻ്റെ അമരത്ത് 3 പതിറ്റാണ്ട് പൂർത്തിയാക്കാനിരിക്കുന്ന ഒരാൾ നടത്തിയ പ്രസ്താവനയുടെ പേരിൽ ഇങ്ങനെ ഒരു ചർച്ചയിൽ ഇരിക്കേണ്ടി വരുന്നതിൽ മഹാഗുരുവിൻ്റെ ആത്മാവിനോട് ക്ഷമാപണം നടത്തിക്കൊണ്ട് നമുക്ക് ഒരു ഘട്ടത്തിൽ പോലും ഞാൻ ഈ പറയുന്ന വാക്കുകൾ ഒരു സമുദായത്തിനെതിരെ ല്ല. ഇവിടെ ഉന്നയിക്കപ്പെട്ട ഇഷ്യൂ മാത്രമാണ് ഞങ്ങളുടെ പ്രശ്നം. ഇവിടെ ഇപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ടോ, മലപ്പുറം അവിടെ എല്ലാവരും തീവ്രവാദികളല്ല, പക്ഷേ തീവ്രവാദികൾ മുഴുവൻ അവിടുന്നാണ്. ഇത് പതിറ്റാണ്ടുകളായി ഒരു സമുദായത്തെ ടാർഗറ്റ് ചെയ്യാൻ ഇവർ ഉപയോഗിക്കുന്ന വാക്കാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഞാനൊരു സമുദായത്തിന്റെ പേരും പറയില്ല കേട്ടോ. BJP-യുടെ പ്രതിനിധി ഇവിടെ നല്ല മര്യാദക്കാരൻ മാധുവിന്റെ മുമ്പിൽ ചമഞ്ഞല്ലോ. അഗർ കോൺഗ്രസ് की सरकार आई तो आपका मंगल्य सूत्र भी छीन करके उनको बांटेंगे, मुसलमानों को बांटेंगे. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജസ്ഥാനിലെ ബെൻസുരയിൽ പ്രസംഗിച്ചതാണ്. ഒരു സമുദായത്തിന്റെ പേരെടുത്ത് കാണിച്ച് നിങ്ങൾക്ക് മാത്രം ജാഗ്രത ഉണ്ടായ പോരാ ചെയ്തത്. ആ ജാഗ്രത നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പറഞ്ഞു പഠിപ്പിക്കണം. ഈ ഡാറ്റ മുഴുവൻ പറയുന്നത്, ആ ഡാറ്റയിലേക്കൊക്കെ വരുന്നതിന് മുൻപ്
ഇദ്ദേഹം നടത്തിയ മറ്റൊരു പ്രസ്താവനയുണ്ട്. നൌഷാദ് എന്ന് പറയുന്ന ഒരു ഓട്ടോ ഡ്രൈവർ കോഴിക്കോട് മരണപ്പെട്ടു, അദ്ദേഹത്തിന് ഒരു ധനസഹായം കൊടുത്തു അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഗവൺമെന്റ്. അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ആയതുകൊണ്ട് കൊടുത്തതാണ് എന്നാണ്. നൌഷാദ് മാൻഹോളിൽ പോയി മരിച്ചത് അവിടെ പ്രാണവായു കിട്ടാതെ പിടഞ്ഞു മരിക്കുന്ന രണ്ടുപേരെ രക്ഷപ്പെടുത്താനാ. അതിനുള്ളിൽ പെട്ട മനുഷ്യരുടെ പേര് നരസിംഹം എന്നും ഭാസ്കർ എന്നാണ്. കോഴിക്കോട്ട് അങ്ങാടിയിൽ ഓട്ടോ ഓടിച്ച നൌഷാദ് അകത്ത് കിടക്കുന്നവന്റെ പേരും ജാതകവും പരിശോധിച്ചിട്ടല്ല ജീവൻ പണയം വെച്ച് ആ മാൻഹോളിലേക്ക് ഇറങ്ങിയത്. അത് ഈ നാടിന്റെ പാരമ്പര്യമാണ്, ഈ നാടിന്റെ സംസ്കാരമാണ്. തുഞ്ചത്ത് എഴുത്തച്ഛന്റെ പ്രതിമ ഉണ്ടാക്കില്ലെന്നോ? അവിടെ 2 കൊല്ലം മുമ്പ് കമ്മിറ്റി ഉണ്ടാക്കി പോയല്ലോ, നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൂടെ? അവിടെ എഴുത്താണി വെച്ചത് MT വാസുദേവൻ നായരുടെ നിർദ്ദേശപ്രകാരമാണ്. മലയാളം സർവകലാശാല അവിടെ സ്ഥാപിച്ച് അതിന് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ പേര് കൊടുത്ത, വേദഭാഷയെ സംസ്കൃതം പഠിപ്പിക്കാൻ ഈ കേരളത്തിൽ സർവകലാശാല സ്ഥാപിച്ച പാർട്ടി ഏതാണെന്നറിയോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ് ആ പാർട്ടിയുടെ പേര്. അതാണ് ഈ കേരളത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത്. മലപ്പുറം പ്രതിമകളില്ലാത്ത നാടാണോ, ക്ഷേത്രങ്ങളില്ലാത്ത നാടാണോ ജയചന്ദ്രൻ? അവിടെ നിങ്ങളൊന്ന് പോയി അന്വേഷിക്കുക. തളിയിൽ ക്ഷേത്രം, അതിന്റെ ഗോപുരവാതിൽ കത്തിയിട്ടുണ്ട്. ഒരു ചെറുതരി കല്ല് മലപ്പുറത്ത് ഇളകില്ല. നിങ്ങൾ തക്കം പറഞ്ഞിരുന്നിട്ടും അത് ഇല്ലാതാക്കിയത്, അവിടെ സമാധാനം സ്ഥാപിച്ചത്, ആ ക്ഷേത്രത്തിന്റെ ഗോപുരവാതിൽ പുനഃസ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് പാണക്കാട്ട് തങ്ങളാണ്. മലപ്പുറത്തെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് പ്രാതിനിധ്യത്തിന്റെ വിഷയമുണ്ടല്ലേ? അങ്ങനെ ഒരു ചർച്ചയുണ്ട് രാജ്യത്ത്. ഒരൊറ്റ മുസ്ലിം MP 22 കോടി ജനങ്ങളുടെ ഒരൊറ്റ പ്രതിനിധി ഇല്ലാതെയാണ് നിങ്ങൾ ഈ രാജ്യം ഭരിക്കുന്നത്. നിങ്ങൾ ഭരിക്കുന്ന 15 സംസ്ഥാനങ്ങളിൽ ആ സമുദായത്തിൽ നിന്നുള്ളത് ഒരേ ഒരു മന്ത്രിയാണ്. 4 കോടി മനുഷ്യർ താമസിക്കുന്ന UP-യിൽ നിങ്ങൾ ഒരൊറ്റ മുസ്ലിം ആൾക്ക് പോലും സ്ഥാനാർത്ഥിയെ കൊടുത്തിട്ടില്ല കേട്ടോ. സാമുദായിക പ്രാതിനിധ്യത്തെ കുറിച്ച് വേണമെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞോട്ടെ, ഞങ്ങൾ മറുപടി കൊടുത്തോളാം. പക്ഷേ അതിന്റെ വക്കാലത്തെടുത്ത് BJP വരരുത്. ഇനി മലപ്പുറത്തിന്റെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയെ കുറിച്ചാണോ നമ്മൾ സംസാരിക്കുന്നത്? മാധു, SNDPക്ക് കോളേജ് ഇല്ലാത്തതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്തം. പക്ഷെ ഒരു കാര്യം മലപ്പുറത്ത് നമുക്ക് പറയാൻ പറ്റും, അവിടെ വിദ്യാഭ്യാസപരമായി കേരളത്തിന്റെ മറ്റേത് മേഖലയിൽ താമസിക്കുന്ന അത്രയും ശക്തരാണ്, അത്രയും എഡ്യൂക്കേറ്റഡ് ആണ് മലബാറിലെ എല്ലാ ജനവിഭാഗങ്ങളും. 67 കോഴിക്കോട് സർവകലാശാല ഞങ്ങൾ കൊണ്ടുവന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ മുസ്ലിങ്ങൾക്ക് മാത്രമെന്ന്? നിർമ്മാണ കർമ്മണാശ്രീ എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഐശ്വര്യം കിട്ടണോ, നല്ല മനസ്സോടെ കർമ്മം ചെയ്യൂ. ഓൺലി മുസ്ലിംസ് എന്നല്ല. അവിടെ സ്ഥാപിക്കപ്പെട്ട ഗവൺമെന്റ് കോളേജുകൾ ഞങ്ങൾ കൊണ്ടുവന്നത് ഒന്നും ഓൺലി മുസ്ലിംസ് അല്ല. നിങ്ങൾ ഈ തെക്കൻ കേരളത്തിലേതിനേക്കാൾ അഭിമാനത്തോടെ സ്വാതന്ത്ര്യത്തോടെ അവർ മനുഷ്യർ ജീവിക്കുന്നുണ്ട്. അതിനെ തകർത്ത് മലബാറിനെ ഇങ്ങനെ തീവ്രവാദി. മാധുവിന് ഓർമ്മയുണ്ട് ഇവരുടെ കള്ളപ്രചരണം? ഒരാന അതിനെന്തോ ഭക്ഷണ വസ്തുവിൽ ആരോ അതിനും മറ്റോ കർഷകരോ മറ്റോ കൊന്നു. സംഭവം നടക്കുന്നത് പാലക്കാടാണ്. ഉത്തരേന്ത്യയിൽ ഇരിക്കുന്ന ഇവരുടെ നേതാക്കന്മാർ മുഴുവൻ അത് മലപ്പുറത്താണ് എന്ന് വരും. ഇവരീ പറയുന്ന ഡാറ്റ മുൻകൂട്ടി കൊണ്ടുവരണം എന്ന് അറിഞ്ഞിരുന്നു ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എവിടെയാ ഡാറ്റ? ഞാൻ ചോദിക്കട്ടെ, കേരളപ്പിറവിക്ക് ശേഷം മലപ്പുറത്ത് നടന്നിട്ടുള്ള ഒരു വർഗീയ കലാപത്തിന്റെ പേര് നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റും നിങ്ങൾക്ക്? ആ നാട്ടിൽ ഒരു കലാപം ഉണ്ടായിട്ടില്ല. കലാപം ഉണ്ടായത് മുഴുവൻ മനുഷ്യർ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാത്തത് ഉത്തരേന്ത്യയിലാണ്. ഞാൻ ആവർത്തിച്ച് കേരളീയ പൊതുസമൂഹത്തോട് പറയുന്നു, ഈ ബജ്രംഗിമാരെ കരുതിയിരിക്കണം. ഇവരുടെ അജണ്ടകളുടെ പിറകെ പോവാതെ നമ്മൾ തമ്മിലടിക്കാത്തത് കൊണ്ട് മലയാളിക്ക് എന്താ നഷ്ടം ഉണ്ടായത്? 100% സാക്ഷരത എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഒക്കെ കിട്ടി. പകലന്തിയോളം പണിയെടുത്താൽ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും 1000 രൂപ കൂലി കിട്ടുന്ന നാടാണ്. അല്ലെങ്കിലും അധ്വാനിച്ച് ജീവിക്കുകയും വിയർപ്പിന്റെ ഒപ്പമുണ്ട് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് സഹജീവികളെ കുറച്ചുകൂടി വ്യക്തമായി കാണാൻ കഴിയും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. വരാം അങ്ങേലേക്ക്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഓർഗനൈസർ ഒരു ലേഖനം പുറത്തിറക്കുന്നു, അത് അവർ തന്നെ പിൻവലിക്കുന്നു. ഓർഗനൈസർ ലേഖനം എഴുതുന്ന രീതി, ആരോപണം ഉന്നയിക്കുന്ന രീതി, അതിൽ ഉറച്ചു നിൽക്കുന്ന രീതി, ഉന്നയിക്കുന്ന എന്താണെങ്കിലും അതിൽ ഉറച്ചു നിൽക്കുന്നത്. കാരണം തികഞ്ഞ പ്രത്യയശാസ്ത്ര ബോധത്തോടെയാണ്. ആ പ്രത്യയശാസ്ത്രം എന്താണ് എന്നുള്ളത് അവരുടെ തീരുമാനവുമാണ്. സാധാരണഗതിയിൽ ഓർഗനൈസറിന്റെ ലേഖനങ്ങൾ പുറത്തു വരിക. പക്ഷേ ആ ലേഖനം ക്രിസ്ത്യൻ സഭ കൈക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയെക്കുറിച്ചാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ അത് ഓക്കെയാണ്. പക്ഷെ മുനമ്പമടക്കം വിഷയങ്ങൾ മുന്നോട്ട് വെച്ച് നിൽക്കുന്ന സമയത്ത് കേരളത്തിൽ അതിന് തിരിച്ചടിയും ഉണ്ടാകുമെന്ന തിരിച്ചറിവ് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഓർഗനൈസറിന് സ്വന്തം ലേഖനം പിൻവലിക്കേണ്ടി വരുന്നത്. അപ്പോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കണക്കാണ്, ആശുപത്രികളുടെ കണക്കാണ്. ഇതൊക്കെ മനുഷ്യർക്ക് നന്മ ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. മുട്ടിന് മതസ്ഥാപനങ്ങൾ എന്നുള്ളതല്ലല്ലോ. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ആശുപത്രികളുടെയും കണക്ക് പറഞ്ഞ് കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയുടെ ഏക്കറുകളുടെ 17 കോടി ഏക്കർ ഭൂമി കൈവശം വെച്ചിരിക്കുന്നു എന്ന് നോക്കൂ. അധ്വാനിച്ചുണ്ടാക്കുന്നത് അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പേരിൽ ഉണ്ടാക്കുന്നത് എന്തുമാകട്ടെ,
സ്വത്തവകാശമുള്ള നാടല്ലേ, അത് പരിഗണിച്ചാൽ പോരെ? ആ വിഭാഗത്തിന് ഇത്രയുണ്ട്, ഈ വിഭാഗത്തിന് ഇത്രയുണ്ട് എന്ന രീതിയിൽ കണക്ക് കൂട്ടി പരപ്പിക്കുന്ന വിദ്വേഷം എന്തിനു വേണ്ടിയാണ്? ഇത് ആർക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? മാധു, സംഘപരിവാറിൻ്റെ RSSൻ്റെ ഒരു അജണ്ടയാണ് മുസ്ലിങ്ങളെ, ക്രിസ്ത്യാനികളെ, പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ. ഇത് അവർ ആഭ്യന്തര ഭീഷണിയായി കാണുന്ന 3 വിഭാഗങ്ങളാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് മുസ്ലിങ്ങളുടെ വിവാഹം തൊട്ട് അവർ ഭൂരിപക്ഷം താമസിക്കുന്ന ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി, പൗരത്വത്തെ മതാധിഷ്ഠിതമാക്കുന്നത്, ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് സംഭവിച്ചു കഴിഞ്ഞു. ഇതെല്ലാം 30കളിലെ യൂറോപ്പിൽ, ജർമ്മനിയിലുണ്ടായ നാസി റേഷ്യൽ നിയമങ്ങൾക്ക് സമാനമായ, അതിനെ അനുസ്മരിപ്പിക്കുന്ന നിയമങ്ങളാണ്. ഏറ്റവും ഒടുവിൽ വഖഫ് നിയമ ഭേദഗതി വന്നു. ആ വഖഫ് നിയമ ഭേദഗതിക്ക് മുമ്പ് 1999 മുതൽ നമ്മളൊക്കെ ആ കാലത്ത് വളരെ വിപുലമായി ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ചർച്ച് ബില്ല് കൊണ്ടുവരാൻ BJP വലിയ ശ്രമം നടത്തി. ഈ രാജ്യത്തെ സ്വത്തുക്കളെല്ലാം ക്രിസ്ത്യാനികൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അതൊക്കെ അവർക്ക് ലഭിച്ചത് കൊളോണിയൽ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് കൊളോണിയൽ കാലഘട്ടത്തിലുള്ള ഈ സ്വത്തവകാശം, ഈ ഉടമസ്ഥത അനുവദിക്കാൻ പറ്റില്ല. അതൊക്കെ സ്റ്റേറ്റ് തിരിച്ചെടുക്കണം. ഇവർ ഈ സ്വത്തൊക്കെ വെച്ചുകൊണ്ട് രാജ്യത്ത് വലിയ രീതിയിൽ ക്രിസ്ത്യാനിറ്റിയെ വ്യാപിപ്പിക്കുകയാണ്, മതപരിവർത്തനം നടത്തുകയാണ്. ഇതാണ് RSSൻ്റെ BJPയുടെ നയം. ആ നയത്തിൽ നിന്നുകൊണ്ട് അവർ എത്രയോ കാലം മുമ്പ് നടത്തിയ വളരെ മൈക്രോ തലത്തിലുള്ള പഠന റിപ്പോർട്ടിലെ ചില വിവരങ്ങളാണ് ഈ ഓർഗനൈസർ അവർ ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്ന ലേഖനത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. അത് വളരെ കൃത്യമാണ്. ഈ വഖഫ് നിയമത്തെ തുടർന്ന് അവർ ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ട് ചർച്ച് ബില്ല് കൊണ്ടുവരാൻ പോവുകയാണ്. ആ രീതിയിൽ നിയമനിർമ്മാണങ്ങൾ അണിയറക്കകത്ത് എല്ലാ കാര്യങ്ങളും നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ചില ക്രിസ്ത്യാനികളെ പിടിച്ച് ഈ സുരേഷ് ഗോപിയെപ്പോലുള്ള മുന്നമാർ ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, സുരേഷ് ഗോപിയെപ്പോലുള്ള മുന്നമാർ ഈ രാജ്യത്ത് സംഘപരിവാറിന് അക്കൗണ്ടുകൾ തുറക്കാൻ, ഈ കേരളത്തിൽ ജയിച്ചു വരാൻ. കാരണം ഹിന്ദു സമുദായത്തിനകത്ത് BJPക്ക് ഒരു വേരോട്ടുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല കേരളത്തിൽ. അവർ പഠിച്ച പണി 18 നോക്കിയിട്ട് നേമത്ത് യാദൃശ്യമായിട്ട് അവർ ജയിച്ചു. ഇപ്പോൾ തൃശ്ശൂരിൽ അവർ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തൃശ്ശൂരിലെ ആ സീറ്റ്, ആ അക്കൗണ്ട് എന്തായാലും പൂട്ടിക്കും, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ BJPക്ക് ഇവിടുത്തെ ഭൂരിപക്ഷ സെക്കുലർ സൊസൈറ്റിയെ ഒരു കാരണവശാലും ഒരു മതം പറഞ്ഞാലും അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയില്ല. അപ്പോഴാണ് അവർ പുതിയൊരു സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജിക്ക് പിറകിൽ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ഏജൻസികളുമുണ്ട്. ഈ രാജ്യത്തെ ക്രൈസ്തവ സഭ, ലോകത്തെല്ലായിടത്തുമുള്ള ക്രൈസ്തവ സഭയെപ്പോലെ ആഗോള ഫണ്ടിങ് ഏജൻസികളുമായി, ആഗോള ചാരിറ്റി സൊസൈറ്റികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ ഏതെങ്കിലും പഴുത് ഉപയോഗിച്ച് ഇവരെ ഇൻകം ടാക്സുകാർക്കോ ED-ക്കാർക്കോ ഒക്കെ പിടിക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള ഭീഷണികളുടെ ഒരു നിഴലിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും KCBCയിലെ പുരോഹിതന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നത്, BJPക്ക് അനുകൂലമായിട്ട് ഒക്കെ തന്നെ പ്രസ്താവന ഇറക്കിക്കൊടുക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എല്ലാ ആളുകൾക്കുമുണ്ട്. അതുകൊണ്ട് ഈ ഓർഗനൈസറിൻ്റെ ഓൺലൈനിൽ വന്നിരിക്കുന്ന ലേഖനം അവർ പിൻവലിച്ചെങ്കിലും ആ ലേഖനത്തിൽ പറയുന്ന അജണ്ടയുടെ അടിസ്ഥാനത്തിൽ അവർ നീക്കങ്ങൾ നടത്തുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ ഒരു പുരോഹിതനും ഒരു ക്രൈസ്തവ മതവിശ്വാസിക്കും സമാധാനപരമായി ഇരിക്കാൻ കഴിയില്ല. ഇവിടെ മുസ്ലിങ്ങൾക്ക് നേരെ നടന്നതുപോലുള്ള, അവരുടെ മതസ്വത്ത് കവർന്നെടുത്തതുപോലുള്ള, അതിനുള്ള നിയമം ഉണ്ടാക്കിയതുപോലെ തന്നെ ചർച്ച് നിയമം വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് അവരുടെ അജണ്ടയാണ്. നമുക്കറിയാമല്ലോ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യത്തെ വിജയദശമി നാളിൽ നാഗപ്പൂരിൽ RSSൻ്റെ തലവൻ നടത്തിയ പ്രസംഗത്തിൽ അവർ പ്രധാനമായിട്ട് ഊന്നിയത് 3 M ആണ്. മാർക്സിസ്റ്റുകൾ മാത്രമല്ല, അവർ മിഷണറിമാർ, അതേപോലെ തന്നെ മെക്കാളോ എന്ന് പറഞ്ഞാൽ ആധുനിക വിദ്യാഭ്യാസം. ഇതാണ് മെക്കാളോവിൻ്റെ കൊളോണിയൽ വിദ്യാഭ്യാസത്തെ അല്ല, ആധുനിക വിദ്യാഭ്യാസത്തെ. ഈ 3 M-നെ ഇല്ലാതാക്കണമെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ ക്രൈസ്തവ സഭയുടെ പുരോഹിതന്മാർ എന്ത് അഡ്ജസ്റ്റ് ചെയ്താലും, അവരെത്രത്തോളം വിനീതരായി നിന്ന് കഴിഞ്ഞാലും അവർ മനസ്സിലാക്കേണ്ടത് അവരെയും തേടി ഇറങ്ങിയിരിക്കുകയാണ്. യഹൂദരെ മാത്രമല്ല, തൊഴിലാളി പ്രവർത്തകരെ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരെയും തേടി ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളെയൊക്കെ ആ സമയത്ത് പിടിച്ചു കൊടുക്കാനുള്ള മുന്നമാരായിട്ട് സുരേഷ് ഗോപിമാരെ ഇവിടെ കുപ്പായമിട്ട് നടക്കുന്നുണ്ട്. ആ കുപ്പായമിട്ട് നടക്കുന്ന ആളുകളെ തിരിച്ചറിയാൻ ക്രൈസ്തവ സമൂഹത്തിന് കഴിയേണ്ടതുണ്ട്, പൊതു മതനിരപേക്ഷ സമൂഹത്തിന് കഴിയേണ്ടതുണ്ട്. അത് കഴിയുന്നില്ലെങ്കിൽ വളരെ അപകടകരമായ ഒരു പതനത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തും. എല്ലാ മതവിഭാഗത്തിലും പെട്ട ആളുകൾ എത്തപ്പെടും. വടക്കേ ഇന്ത്യക്ക് സമാനമായ, ഇവിടെ ഷിബു പറഞ്ഞല്ലോ, വടക്കേ ഇന്ത്യക്ക് സമാനമായ കലാപങ്ങളോ സംഘർഷങ്ങളോ ഒന്നും കേരളത്തിൽ നടക്കാത്ത എന്തുകൊണ്ടാണ്? ഇവിടെ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമാണ് എല്ലാ മതത്തിലും പെട്ട ജനങ്ങൾ. ഇനിയിപ്പോൾ ഈ മലപ്പുറത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഗോവിന്ദമാഷയുടെ പ്രസ്താവന ഉദ്ധരിച്ചല്ലോ. ആദ്യം ഗോവിന്ദമാഷ് പറഞ്ഞ എന്താണ്, CPM ഉൾപ്പെടെയുള്ള, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മതനിരപേക്ഷ പാർട്ടികൾ വളരെ സജീവമാണ്. മലപ്പുറത്തിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് RSSന് ഒരിക്കലും സഹിക്കാവുന്നല്ല. 1857
വടക്കേ ഇന്ത്യയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് വാർ നടന്നപ്പോൾ ഈ കേരളത്തിൽ ഇത് നോക്കൂ, ഈ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള രാഷ്ട്രീയമായ ഗ്രൗണ്ട് പെട്ടെന്നൊരു ദിവസം കൊണ്ട് കിട്ടുന്നതല്ല. തങ്ങളുടെ നേതൃത്വത്തില് ശ്രീ KT ഇപ്പോൾ മതേതര പാർട്ടികളുടെ പട്ടികയിൽ മുസ്ലിം ലീഗിനെ ചേർത്ത് വെക്കുന്നുണ്ട്. മുസ്ലിം ലീഗിനെ ചേർത്ത് വെക്കുന്നുണ്ട് മതേതര പാർട്ടികളുടെ പട്ടികയിൽ. മുസ്ലിം ലീഗ് മതപാർട്ടിയാണോ രാഷ്ട്രീയ പാർട്ടിയാണോ എന്ന് ചോദിച്ചത് CPM-ന്റെ നേതാക്കൾ തന്നെയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിന് ഒരു മതപാർട്ടിയുടെ പരിവേഷങ്ങൾ തുന്നിക്കൊടുക്കാൻ രാഷ്ട്രീയ താല്പര്യം വെച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ആദ്യം മുഖ്യമന്ത്രിയെ അധികരിച്ചുകൊണ്ടാണ് ശ്രീ TP രവീന്ദ്രൻ മാസ്റ്റർ മലപ്പുറത്തെ പറ്റിയുള്ള പരാമർശത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചത്. ഇത് ദീർഘവീക്ഷണത്തോടെ നോക്കിക്കാണുക, ദീർഘവീക്ഷണത്തോടെ ജാഗ്രതപ്പെടുക എന്നൊരു ഉത്തരവാദിത്വമില്ലേ? തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവന വെറുതെ അനാവശ്യമായിട്ടില്ല. അങ്ങനെ ഒരു ഡീകൺസെഷൻ മിസ്റ്റർ ജയേന്ദ്ര മാസ്റ്റർ ഈ ചർച്ചയിൽ നടത്തേണ്ടതില്ല. മുഖ്യമന്ത്രി മലപ്പുറം എയർപോർട്ട് കേന്ദ്രീകരിച്ചുള്ള കസ്റ്റംസിന്റെ ഒത്താശയോട് നടക്കുന്ന കള്ളക്കടത്ത് അത് കൂടി വരുന്നു. ആ കള്ളക്കടത്ത് സംഘങ്ങൾക്ക് പല ബന്ധങ്ങളുണ്ടാകാം. അവിടെ പോലീസ് ആ രീതിയിലാണ് ഇടപെടുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, ഈ PV അൻവർ എന്ന് പറയുന്ന വിദ്വാൻ ഈ കള്ളക്കടത്ത് സംഘങ്ങൾക്ക് വേണ്ടി രംഗത്ത് വരികയും പത്രസമ്മേളനമൊക്കെ നടത്തിയ ഒരു സന്ദർഭത്തിലാണ് മുഖ്യമന്ത്രിയുടെ ആ ഒരു പരാമർശം. അത് ഒരിക്കലും എന്താണ് മലപ്പുറത്തെ സംബന്ധിച്ചല്ല, മലപ്പുറം അത് മുഖ്യമന്ത്രിയുടെ പരാമർശമല്ല എന്ന തരത്തിൽ പിന്നെ തള്ളി പറയേണ്ടി വന്നത് ആ രീതിക്കല്ലാത്തത് കൊണ്ടാണ്. ആ വിഷയം വിശദമായി അന്ന് ചർച്ച ചെയ്തത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാത്തത്. മുഖ്യമന്ത്രിക്ക് ആ ഭാഗം അന്ന് അച്ചടിച്ചു വന്ന ഭാഗം തന്റേതല്ല എന്ന് പറഞ്ഞല്ലോ. അത് അദ്ദേഹത്തിൻ്റെതല്ല എന്ന്, അതൊരു ഏജൻസിയുടേതാണ് എന്ന് പിന്നീട് പറയുകയും ചെയ്തു. അതായത് അദ്ദേഹത്തിന്റെ പേരിൽ അച്ചടിച്ചു വന്ന ഒരു ലേഖനത്തിൽ പരാമർശം അദ്ദേഹത്തിന്റെ അല്ലാത്തതുണ്ടായി എന്നുള്ള ജാഗ്രത കുറവിന്റെ ഭാഗമായാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് ഒരു മതപാർട്ടിയാണോ എന്നൊരു ചോദ്യം ഉന്നയിച്ചതും CPM-ന്റെ നേതാക്കൾ തന്നെയാണ്, ഒരു പക്ഷെ അദ്ദേഹവും തന്നെയാണ്. അപ്പോ ആ ജാഗ്രത ദീർഘദൃഷ്ടിയോടെ ഉണ്ടാകണം എന്ന് ഞാൻ പറഞ്ഞു. മാധു, അതിനെനിക്ക് മറുപടി പറയാൻ അവസരം തരണം. പറയൂ. അല്ല, അതിനെനിക്ക് മറുപടി പറയാൻ അവസരം തരണം. മാധു ഉന്നയിച്ച സ്ഥിതിക്ക്, അതായത് മുസ്ലിം ലീഗ് ഈ അകാലിദൾ പോലെയൊക്കെയുള്ള അകാലിദൾ സിഖ് സമുദായ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇവിടെ മുസ്ലിം സമുദായ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അതിന് പഴയ സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗുമായിട്ടൊന്നും ബന്ധമില്ല. അത് ഏറെക്കുറെ എന്താണ് സെക്കുലർ നിലപാടെടുക്കുന്നുണ്ട്. സെക്കുലർ നിലപാടെടുക്കുന്ന പല പാർട്ടികളും പലപ്പോഴും എന്താണ് വർഗീയമായ സാമുദായികമായ രാഷ്ട്രീയ കളികൾ നടത്താറുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താണ് അതിന്റെ ഘടനയിൽ അതൊരു വർഗീയ പാർട്ടിയാണ് എന്ന് നമ്മൾ പറയില്ല. മുസ്ലിം ലീഗ് ഒരു സമുദായ പാർട്ടിയാണ്. അത് മതനിരപേക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന പാർട്ടിയാണ്. ആ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് യാതൊരു സംശയവും എന്ന് പ്രഖ്യാപിക്കുന്ന പല പാർട്ടികളും ഈ പറയുന്ന വർഗീയ കളികൾ കളിക്കാറുണ്ട്. അതിൽ എടുത്ത് മാറ്റിവെക്കേണ്ട ഏതെങ്കിലും പാർട്ടി ഉണ്ടോ എന്ന് ഉള്ളത് തർക്ക വിഷയവുമാണ്. ശ്രീ KP നൗഷാദ് അലി, ഇപ്പം നമ്മൾ ആ ഓർഗനൈസറിന്റെ ലേഖനത്തെക്കുറിച്ച് കഴിഞ്ഞ 2 ദിവസമായി സംസാരിക്കുന്നുണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ കേരളത്തിലെ പൊതുസമൂഹം കേട്ടോ. അപ്പോൾ ആ ലേഖനത്തിൽ ക്രിസ്ത്യൻ സഭകൾ കൈവശം വെച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ കണക്ക് പറയുന്നുണ്ട്, സ്ഥാപനങ്ങളുടെ കണക്ക് പറയുന്നുണ്ട്. വഖഫ് അല്ല, യഥാർത്ഥത്തിൽ സഭകളാണ് ഏറ്റവും വലിയ ഈ സ്വത്ത് കൈവശം വെച്ചിരിക്കുന്ന പാർട്ടി എന്ന് പറയുന്നുണ്ട്. അതായത് ഓർഗനൈസർ കണ്ണുവെച്ചിട്ടുണ്ട്. മറ്റു സമുദായങ്ങളുടെ സ്വത്തിൽ, അവരുടെ പ്രാതിനിധ്യത്തിൽ, അവരുടെ പ്രബലതയിൽ അത്തരത്തിലൊരു കണ്ണുവെപ്പുണ്ടായാൽ അതൊരു രാഷ്ട്രീയ താല്പര്യമായി. RSSന്റെ രാഷ്ട്രീയ താല്പര്യം എന്ന് പറയുന്നത് ഏറെക്കുറെ സാമുദായിക താല്പര്യവുമാണ് എങ്കിൽ അതിലൊരു കണ്ണുവെപ്പുണ്ട്. ആ കണ്ണുവെപ്പ് ദീർഘകാല രാഷ്ട്രീയത്തിൽ, അജണ്ടകളുടെ ദീർഘകാല രാഷ്ട്രീയത്തിൽ എങ്ങനെ പ്രതിഫലിക്കും? മാധു, ഓർഗനൈസറിൻ്റെ ഏറ്റവും പുതിയ വെബ് പോർട്ടലിൽ വന്ന ലേഖനമാണ് നിങ്ങൾ പറയുന്നത്. ഇതുപോലെയുള്ള ഡസൻ കണക്കിന് ലേഖനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ഈ ക്രിസ്ത്യൻ സമുദായത്തിന് നേരെ എല്ലാ കാലത്തും സംഘപരിവാർ നടത്തിക്കൊണ്ടേയിരിക്കുന്നതാണ്. നിങ്ങൾ നോക്കൂ, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ മേഖലയായ നോർത്ത് ബ്ലോക്കിനകത്തിട്ടുകൊണ്ട് മാർപ്പാപ്പയുടെ കോലം LK അദ്വാനി ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് കത്തിച്ച ആളുകളാണ് VHPക്കാർ. അദ്ദേഹത്തിൻ്റെ ഒരു സന്ദർശനത്തിന് മുന്നോടിയായിട്ടായിരുന്നു ആ കൃത്യം അവർ ചെയ്തത്. മാർപ്പാപ്പയുടെ കോലം ഇന്ത്യയുടെ സുപ്രധാന തന്ത്രപ്രധാന അതിവിശിഷ്ട മേഖലക്കകത്തിട്ട് കത്തിച്ചു. അദ്വാനി പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രിയാകും. അത് 90കളുടെ അവസാനം നടന്ന വാജ്പേയിയുടെ കാലത്ത് നടന്ന കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ മതപരിവർത്തനത്തെക്കുറിച്ച്, മദർ തെരേസയെക്കുറിച്ച്, ക്രിസ്ത്യൻ സ്വത്തുക്കളും ഭൂമിയും മതപരിവർത്തനം, ഇങ്ങനെ അവർ എല്ലാ കാലത്തും ക്രിസ്ത്യാനിറ്റിക്കെതിരെ ഇത്തരത്തിൽ വിഷം വമിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആളുകളാണ്.
പക്ഷേ അതിനെതിരെയൊക്കെ ഫലപ്രദമായ പ്രതിഷേധവും പ്രതിരോധവും ജനാധിപത്യപരമായി ക്രിസ്ത്യൻ സമൂഹം എന്നും ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സമീപകാലത്തായിട്ട് നരേന്ദ്രമോദിയുടെ ഈ ഭരണത്തിൻ്റെ ആസുരകാലത്ത് അത് വേണ്ടത്ര അളവിൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഏതായാലും പൊതുസമൂഹം ഇതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് ക്രിസ്ത്യൻ സമുദായങ്ങളുടെ കൂടെ അടിയുറച്ച് നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു പരമാർത്ഥമാണ്. മണിപ്പൂരിൽ തുടർച്ചയായി അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായി. ഈ കഴിഞ്ഞ ദിവസം ജബൽപൂരിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായി. കേന്ദ്രമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണവും രീതിയും ഒക്കെ കേരളത്തിലുള്ളവരെല്ലാവരും കണ്ടതുമാണ്. അപ്പോ ഈ പ്രശ്നങ്ങളോട് കണ്ണടച്ച്, ഈ പ്രശ്നങ്ങളോട് പ്രതികരിക്കാതെ, ആ പ്രശ്നങ്ങളാണ് യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയാതെ കേരളത്തിന്റെ പരിസരത്താണ്, അതുകൊണ്ടാണ് ഓർഗനൈസറിന് ലേഖനം പിൻവലിക്കേണ്ടി വന്നത്, കേരളത്തിന്റെ പരിസരത്ത് മറ്റൊന്നാണ് സമീപനം എന്ന് തീരുമാനിച്ചതുകൊണ്ട്. അപ്പോ ആ രീതിയിൽ ആണ് യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയാതെ മുന്നോട്ട് പോകുമോ? അല്ല, ഇതൊക്കെ താൽക്കാലികമായ ചില പ്രതിഭാസങ്ങളും ക്ഷണികമായ ചില കാഴ്ചകളും മാത്രമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്രിസ്തീയ സഭകളെ സംബന്ധിച്ച്, ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ച് സംഘ് പരിവാറിൻ്റെ ദംഷ്ട്രകളെക്കുറിച്ച് വളരെ കൃത്യമായ അവബോധമുള്ള ആളുകളാണ്. ആ ദംഷ്ട്രകൾ ഉള്ളിലേക്ക് ചില സന്ദർഭങ്ങളിലും കാലാവസ്ഥയിലും വലിഞ്ഞു പോയിട്ടുണ്ട് എന്ന് കരുതി അവരെ ആശ്രയിക്കാനോ വിശ്വസിക്കാനോ പറ്റുന്നവരല്ല എന്ന് അടിസ്ഥാനപരമായി ബോധ്യമുള്ളവരാണ് അവരൊക്കെ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു ശങ്കയുമില്ല. പക്ഷേ ഭരണത്തിൻ്റെ സാമഭേദ ദാന ദണ്ഡങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ആളുകളെ പരിധിയിൽ നിർത്താൻ ശ്രമിക്കുന്ന സംഘ് പരിവാറിൻ്റെ ഈ ഭരണ കാലയളവിൽ, നിങ്ങൾ നേരത്തെ എമ്പുരാൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ഇത്ര എന്താ പറയുക, കൂലി വരമ്പത്ത് എന്നൊക്കെ പറയുന്നതിൻ്റെ അപ്പുറത്താണ് ഇവരുടെ ഇത്തരത്തിലുള്ള പ്രതികാര നടപടികൾ. അങ്ങനെ ഒരു കാലത്ത് പല ആളുകൾക്കും ചിലതൊക്കെ ഉറക്കെ പറയേണ്ടത് പതുക്കെ പറയേണ്ടി വരും. അശ്വത്ഥാമാവ് മരിച്ചു എന്നുള്ളത് എന്ന ആന എന്നൊക്കെ പതുക്കെ പറയേണ്ട ഒരു സാഹചര്യമാണ്. അതിനകത്ത് ക്രിസ്ത്യൻ, മുസ്ലിം, മറ്റ് മതേതര ജനാധിപത്യ ഭേദമൊന്നുമില്ല. ഇത്തരത്തിൽ പെരുമാറുന്ന പല ആളുകളുമുണ്ട്. അതൊക്കെ അവരുടെ ഗതികേട് കൊണ്ടാണ്. തീർച്ചയായിട്ടും നിശ്ചയമായിട്ടും ഇതിനൊക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധം എല്ലാ വിഭാഗങ്ങളിലും മുസ്ലിം വിഭാഗങ്ങളിൽ എമ്പുരാൻ എന്ന സിനിമയുടെ റിലീസ് മുതൽ ഇങ്ങോട്ട് സാധാരണഗതിയിൽ ഓർഗനൈസറിന്റെ രാഷ്ട്രീയ ലേഖനങ്ങളെയോ ഓർഗനൈസറിന്റെ ലേഖനങ്ങളെയോ ഈ രീതിയിൽ കേരള സമൂഹം വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടില്ല. ഇത് ഒരു സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു മേഖല, അതുമായി ബന്ധപ്പെട്ട നിരന്തര ലേഖനങ്ങൾ, അതിന് പിന്നാലെ വരുന്ന, ഇപ്പോൾ ഓർഗനൈസർ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും അത് എത്താൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഇടങ്ങളിലേക്ക് എത്തും. ആ രീതിയിൽ സംഘപരിവാർ രാഷ്ട്രീയം, നെഗറ്റീവ് പബ്ലിസിറ്റി എന്നൊന്നില്ല എന്നുള്ളതാണല്ലോ പുതിയ PR തന്ത്രം. അപ്പോൾ ആ രീതിയിൽ വായിപ്പിക്കാനുള്ള, ആ രീതിയിൽ പരത്താനുള്ള, ആ രീതിയിൽ പ്രചരിപ്പിക്കാനുള്ള ഒരു തന്ത്രം എന്ന നിലയ്ക്കാണോ കാണേണ്ടത്? ഞാൻ അങ്ങയോട് തന്നെ അത് ചോദിക്കുകയാണ്. മാധു, ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ 3 പേരും 4 പേരും ചേർന്ന് BJPക്കെതിരായി അർദ്ധസത്യവും സത്യവും വമ്പിക്കാൻ വേണ്ടിയാണല്ലോ ഈ ചർച്ച സംഘടിപ്പിച്ചത്. വെള്ളാപ്പള്ളിയിൽ തുടങ്ങിയിട്ട് ഞാൻ പറയാത്ത പല കാര്യവും പറഞ്ഞു. അതിലെനിക്ക് വിരോധമില്ല. പക്ഷെ ഞാൻ തടസ്സപ്പെടുത്തരുത്. ഞാൻ പറയാനുള്ളത് കേൾക്കാനുള്ളൊരു മര്യാദ കാണിക്കണം എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. ഞാൻ നിങ്ങൾ പറഞ്ഞ ഉത്തരത്തിൽ കൃത്യമായിട്ട് എനിക്ക് തരാം. എനിക്ക് അധിക സമയം വേണ്ട, മാന്യമായ സമയം കിട്ടിയാൽ മതി, തുല്യ സമയം കിട്ടിയാൽ മതി. ഒന്ന്, താങ്കൾ ഒരു ചോദ്യം ചോദിച്ചു, മുസ്ലിം ലീഗ് മതപ്പാർട്ടിയാണോ? അതിന് എൻ്റെ സുഹൃത്ത് ഉത്തരേന്ത്യയിൽ എന്തൊക്കെയോ കഥ പറഞ്ഞ് ഇവർ മതേതര പാർട്ടിയാണെന്ന് വരുത്തി തീർക്കാൻ. സർ, കേരളത്തിലെ എത്ര സീറ്റിൽ, നോൺ റിസർവേഷൻ സീറ്റിൽ അല്ലാതെ എത്ര സീറ്റിൽ മുസ്ലിം ലീഗ് നോൺ മുസ്ലിം കാൻഡിഡേറ്റ്സിനെ നിർത്തിയിട്ടുണ്ട്? പട്ടികജാതി സംവരണ സീറ്റ് അല്ലാതെ മലപ്പുറത്തെ എത്ര പ്രാദേശിക സീറ്റിൽ മുസ്ലിം ലീഗ് മതേതര സംഘടന ലീഗ് അല്ലാത്ത ആളുകളെ കുറിച്ച് നിർത്തിയിട്ടുണ്ട്? മതവുമായി ബന്ധപ്പെടാത്ത പൊതുസമൂഹത്തിൻ്റെ ഏത് കാര്യത്തിലാണ് മുസ്ലിം ഉത്തരം പറഞ്ഞത്? ഇനി നിങ്ങൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ അഡ്വക്കേറ്റ് മീരാന്റെ ചെവിയിലേക്ക് ഒരു വസ്തുത പറയട്ടെ. അമ്പലനടയിൽ പച്ചയ്ക്ക് കെട്ടി തൂക്കി കത്തിക്കും മുസ്ലിം ലീഗുകാർ കാസർഗോഡ് വിളിച്ച മുദ്രാവാക്യ. RSSനെ കത്തിക്കുമെന്നല്ല വിളിച്ചത്. അമ്പലനടയിൽ പച്ചയ്ക്ക് കെട്ടി തൂക്കി കത്തിക്കും. നിഷേധിക്കുമോ? കോഴിക്കോട്ട് ഒരു വിവാഹത്തിൽ മുഖ്യമന്ത്രിയുടെ മരുമകന് വിവാഹത്തെ വ്യഭിചാരം എന്നാണ് നിങ്ങളുടെ നേതാവ് കടപ്പുറത്ത് വിശദീകരിച്ചത്. 21 ഊരിയ കത്തി അറബിക്കടൽ എറിഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾ ഇപ്പോൾ വെല്ലുവിളിച്ച് പറയുന്നത് ആരോടാണ്?
മാത്രമല്ല ലീഗ് മതപ്പാർട്ടിയാണോ? ലീഗിന് മതത്തിനപ്പുറത്തേക്ക് താല്പര്യമുണ്ടോ? പൊതുസമൂഹത്തിന്റെ കൂടെ ലീഗ് നിന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വംശഹത്യയിൽ എല്ലാവരെയും തുല്യമായിട്ട് കുറ്റപ്പെടുത്താൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? മാറാട് കലാപഭൂമിയിൽ പോലീസിന്റെ വിലക്ക് ലംഘിച്ച് കുറ്റാരോപിതമായ സ്ഥലത്ത് രക്തക്കറ ഒലുക്കിക്കളയാൻ പോലീസിനെ ഭീഷണിപ്പെടുത്തിയ MLA-മാരും MPമാരും നിങ്ങൾക്കുണ്ടോ? എന്ന നിങ്ങളാണ് സർ ഇവിടെ വന്ന് വലിയ മതേതരത്വവും BJP-യും പഠിപ്പിക്കുന്നത്. ഞാൻ ഈ ചർച്ചയിൽ അത്തരമൊരു ചർച്ചയ്ക്ക് പോകരുതെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. രണ്ടാമത് എൻ്റെ കോൺഗ്രസ് CPM-ന്റെ പ്രതിനിധി അങ്ങ് BJP എന്തൊക്കെയോ ആക്കിക്കളയാൻ പൂട്ടിക്കാമെന്നൊക്കെ പറഞ്ഞു. കുഞ്ഞിക്കണ്ണ, പണ്ട് നിങ്ങൾ യുവജനവേദിയായിരുന്നു. അവിടുന്ന് മെനക്കെട്ട് ഗതി കിട്ടാതെയാണല്ലോ ഇപ്പോൾ ഒരു സ്ഥലത്ത് എത്തുന്നത്. ഇപ്പം അവസ്ഥ എന്താ? ഞങ്ങളെ കെട്ടുകെട്ടിക്കുന്നത് പോകട്ടെ, പഠിച്ച പണി 18 നോക്കിയിട്ട് BJP എവിടെ എത്തി? പാർട്ടി കോൺഗ്രസിലെയും സംസ്ഥാന പാർട്ടി കമ്മിറ്റിയിലെയും പ്രമേയങ്ങളൊന്ന് കുഞ്ഞിക്കണ്ണ ഇപ്പൊ പബ്ലിക് ഡൊമൈനിലുണ്ട്, എടുത്തു മറിച്ചു 20% വോട്ട് മൂന്നാം സ്ഥാനത്തായത്. അല്ല, പെട്ടെന്ന് പറയണം. ഇങ്ങോട്ട് വരാം. മാധു അസ്വസ്ഥമാണ്, എനിക്ക് മനസ്സിലാവും. എന്നോടാണ് വർഷം 2011 നിയമസഭാ സീറ്റ് കുന്നമംഗലം BJP സ്ഥാനാർത്ഥിയുടെ പേര് CK പത്മനാഭൻ, ദളിതനല്ല. അവിടുന്ന് ജയിച്ച MLA ആളുടെ പേര് കുഞ്ഞു മുഹമ്മദ്, ദളിതനല്ല. UC രാമൻ ലീഗിന്റെ സ്ഥാനാർത്ഥി, ദളിതൻ. സംവരണമല്ല. CK പത്മനാഭൻ പട്ടികജാതിക്കാരനാണോ? CK പത്മനാഭൻ പട്ടികജാതിക്കാരനാണോ? 2011 ജനറൽ സീറ്റിൽ കുന്നമംഗലത്ത് മത്സരിപ്പിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് മുസ്ലിം ലീഗ്. എന്റെ സമയം പൂർണ്ണമായും പൂർത്തിയാവുകയാണ്. സാമുദായിക രാഷ്ട്രീയവും സാമുദായിക താല്പര്യങ്ങളും രാഷ്ട്രീയവും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നാൽ എത്രമേൽ അത് സമൂഹത്തിന്, ജനാധിപത്യത്തിന് ഭീഷണിയാകും എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ സൃഷ്ടിച്ചെടുത്തവർ പറഞ്ഞു തന്നിട്ടുള്ള ഒന്നാണ്. ആ രീതിയിൽ മുന്നോട്ട് പോകുക എന്ന് പറയുന്നതാണ് സൗഹാർദ്ദത്തിനും സമവായത്തിനും സമാധാനത്തിനും നല്ലത് എന്നതോർത്ത് പ്രതികരിച്ചാൽ എല്ലാവർക്കും നന്ന്.